Okay, I'm going to start the chemistry in everyday life. പഠിച്ചു കഴിഞ്ഞു എന്ന് വിചാരിക്കുന്നു. NCERT ബുക്ക് കയ്യിലെടുത്ത് വെച്ചിരിക്കാം, കിടക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാം. ഓക്കെ, ശരി. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. 60 ക്വസ്റ്റ്യൻ ഉണ്ട്, എത്രയും വേഗം നമുക്ക് ചെയ്തു തീർക്കണം. സോ ക്വസ്റ്റ്യൻ നമ്പർ 1. Question number 1. The compound which shows antidepressant action on central nervous system belongs to the class of antidepressant drug ഏതെന്നാണ് ക്വസ്റ്റ്യൻ. വെരി സിമ്പിൾ. അനാൽജസിക്സ് ആണോ? അല്ല, അനാൽജസിക്സ് പെയിൻ കുറയ്ക്കുന്ന ആളാണ്. അതെ അതെ അതെ, ട്രാൻക്യുലൈസർ ആണ് എൻ്റെ ആൻസർ. ട്രാൻക്യുലൈസേഴ്സ് ആണ് നമുക്ക് ഉള്ള എന്താണ് മെൻ്റൽ ആങ്സൈറ്റിയോ ഡിപ്രഷനോ ഒക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡ്രഗ്. അതുപോലെ ആൻറ്റി ഹിസ്റ്റമിൻസ് നിങ്ങൾക്കറിയാം, ഹിസ്റ്റമിൻ്റെ കുഴപ്പം അലർജിക് ആയിട്ടുള്ള എഫക്റ്റുകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ആൻറ്റി ഹിസ്റ്റമിൻസ്. പിന്നെ നർക്കോട്ടിക്സ്, അനാൽജസിക്സ് തന്നെ 2 ടൈപ്പ് ഉണ്ട്, നർക്കോട്ടിക്സും നോൺ നർക്കോട്ടിക്സും. അതിൽ നർക്കോട്ടിക്സും വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അല്ലേ? ആ ശരി. അപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 1ൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 2. എ ഡ്രഗ് വിച്ച് ആക്ട് ആസ് ആൻറ്റിപൈററ്റിക് ആസ് വെൽ ആസ് അനാൽജസിക്സ് ഈസ്. ആൻറ്റിപൈററ്റിക് ആയിട്ട് മീൻസ് ടെമ്പറേച്ചർ കുറയ്ക്കാൻ ഉപയോഗിക്കും, അതുപോലെ വേദന കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കും. ആരാണ് എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ ക്ലോറോക്വിൻ ആണ്. ക്ലോറോക്വിൻ ഒരു ആൻറ്റിബയോട്ടിക് ആണ്. ആൻറ്റിബയോട്ടിക് എന്ന് വെച്ചാൽ അറിയാമായിരിക്കുമല്ലോ, മൈക്രോ ഓർഗാനിസംസിനെ ഗ്രോത്ത് പ്രിവെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ കൊല്ലാനോ ഉപയോഗിക്കുന്ന ആളാണ് ആൻറ്റിബയോട്ടിക്സ്. പെൻസിലിൻ ആൻറ്റിബയോട്ടിക് ആണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. അതുപോലെ ക്ലോർഡൈസപ്പോക്സൈഡ് എന്താണ്? ക്ലോർഡൈസപ്പോക്സൈഡ് NCERTയിലുള്ള ആളാണ്. അയാൾ എന്താ? ആക്ച്വലി യു ഷുഡ് ഹാവ് എ ലിസ്റ്റ് ഓഫ് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. ഞാൻ ഒരു ലിസ്റ്റ് തരാം. ആക്ച്വലി ഇന്ന് എൻ്റെ വിഷയം ഇല്ല, ഞാൻ എന്താണ് അതിനെപ്പറ്റി ചിന്തിച്ചില്ല. അതായത് നമ്മളിപ്പം ആൻറ്റി ഹിസ്റ്റമിൻസ് ഇപ്പം നമ്മൾ പിന്നെ പഠിച്ച ഇങ്ങനത് ഈ ചാപ്റ്റർ പഠിക്കാതിരിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ് ആദ്യം പിന്നെ ഡ്രഗ്സ് എന്നൊരു ഹെഡിങ്, അതിൻ്റെ താഴെ അൻറ്റാസിഡ്സ്, എന്നിട്ട് അൻറ്റാസിഡ്സിനകത്തുള്ള ആ കെമിക്കൽ കോമ്പൗണ്ടുകളെല്ലാം എഴുതിയിടുക. അടുത്തത് ആൻറ്റി ഹിസ്റ്റമിൻസ് എഴുതിയിടുക. അടുത്തത് എന്താണ് അനാൽജസിക്സ്, ആൻറ്റിപൈററ്റിക്സ്, ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റിസെപ്റ്റിക്സ്, ഡിസിൻഫെക്റ്റൻസ്, അതുപോലെ ആൻറ്റി ഫെർട്ടിലിറ്റി ഡ്രഗ്സ് എല്ലാം 1 by 1 എഴുതി ഓർഡറിലിട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം ഓർക്കാൻ പറ്റും. ഇനി കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ, ഇതിൽ നിന്ന് ഉറപ്പായിട്ടും ഒരു ക്വസ്റ്റ്യൻ കിട്ടുന്നതാണ്. വളരെ സിമ്പിളായിട്ട് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു 4 മാർക്കാണ്. എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ച ടോപ്പിക്കിൽ നിന്ന് മിസ്സായി പോയാൽ യു ഹാവ് 50 ക്വസ്റ്റ്യൻസ്. അതിനകത്ത് ഉറപ്പായിട്ട് ഈ ക്വസ്റ്റ്യൻസും ഉണ്ടാവും, കിട്ടിക്കഴിഞ്ഞാൽ ലക്കാണ്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് അതിനകത്ത് പെൻസിലിൻ ആൻറ്റിബയോട്ടിക് ആണ്. ക്ലോർഡൈസപ്പോക്സൈഡ് ഒരു ട്രാൻക്യുലൈസർ ആണ്. അത് കഴിഞ്ഞിട്ട് ഓപ്ഷൻ ഡി ഫോർ അസറ്റാമിഡോഫീനോൾ. പാരാ അസറ്റാമിഡോഫീനോൾ എന്ന് പറഞ്ഞാൽ പാരസെറ്റമോളിൻ്റെ എന്താണ് എക്സ്പാൻഡഡ് ഫോമാണ്. പാരസെറ്റമോൾ നമ്മുടെ വേദന കുറയ്ക്കാനും അതുപോലെ എന്താണ് ഇതിനും ഉപയോഗിക്കും, പനി കുറയ്ക്കാനും അഥവാ ടെമ്പറേച്ചർ കുറയ്ക്കാനും ഉപയോഗിക്കും. അപ്പോൾ ആസ്പിരിൻ ഉണ്ടെങ്കിൽ ആസ്പിരിനും ആൻസറാണ്, പാരസെറ്റമോൾ ഉണ്ടെങ്കിൽ പാരസെറ്റമോൾ ആൻസറാണ്. അപ്പോൾ ആസ്പിരിനും പാരസെറ്റമോളും ആൻറ്റിപൈററ്റിക് ആണ്, അതുപോലെ അനാൽജസിക്സും ആണ്. ക്ലിയർ? ഓക്കെ. സോ അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 3. The drug which are given to patients suffering from anxiety and mental tension are known as. വേഗം പറഞ്ഞോളൂ, നിങ്ങൾക്ക് ഇപ്പോഴായിട്ട് പറഞ്ഞോളൂ എൻ്റെ ആൻസർ. ട്രാൻക്യുലൈസർ ആണ്. ഓക്കെ, അനാൽജസിക്സ് എന്തിനു ഉപയോഗിക്കുക? അപ്പോൾ നമ്മൾ വീണ്ടും ഇത് പറയുമ്പോൾ ഒന്ന് ഓർമ്മയിരിക്കും. അനാൽജസിക്സ് എന്തിനു ഉപയോഗിക്കും? പെയിൻ കുറയ്ക്കാൻ ഉപയോഗിക്കും. ആൻറ്റി മൈക്രോബിയൽസ് എന്തിനു ഉപയോഗിക്കും? മൈക്രോ ഓർഗാനിസംസിനെതിരെ ഉപയോഗിക്കും. ആൻറ്റിബയോട്ടിക്സും അത് തന്നെയാണ്. ഓക്കെ, അതുപോലെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു സാറ്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുമ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 4. വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ്ഡ് ആസ് എ അനാൽജസിക് വിതൗട്ട് കോസിങ് അഡിക്ഷൻ? അഡിക്ഷൻ ഇല്ലാതെ വേദന കുറയ്ക്കുന്നത് ആര്? നിങ്ങൾക്ക് അറിയാം, അനാൽജസിക്സ് 2 ടൈപ്പ് ഉണ്ട്, നർക്കോട്ടിക്കും അതെ നോൺ നർക്കോട്ടിക്കും. നോൺ നർക്കോട്ടിക്കാണ്
എന്താണ് വേദന കുറയ്ക്കും, എന്നാൽ അഡിക്ഷൻ ഉണ്ടാക്കില്ല. നർക്കോട്ടിക്സ് ആണെങ്കിൽ ആക്ച്വലി എന്താണ് വേദന കുറയ്ക്കും, അതോടൊപ്പം അഡിക്ഷൻ ഉണ്ടാക്കും. മോർഫിനും ഹെറോയിനും കൊഡൈനും ഒക്കെ നിങ്ങളുടെ NCERT ബുക്കിൽ ഉള്ള ആൾക്കാരാണ്, അവരൊക്കെ നർക്കോട്ടിക്സ് ആണ്. അതുപോലെ ആസ്പിരിൻ ഒരു നോൺ നർക്കോട്ടിക് ആയിട്ടുള്ള അനാൾജസിക് ആണ്. സോ അഡിക്ഷൻ ഇല്ലാത്ത അനാൾജസിക് ആസ്പിരിൻ. ക്ലിയർ അല്ലേ? Okay. And the next question number 5. Which of the following statement is not correct? Antiseptics can be safely applied on the living tissues. ശരിയാണ്. ആൻറ്റിസെപ്റ്റിക് നമ്മുടെ ബോഡിയിൽ നമുക്ക് എന്ത് ഓപ്ഷൻ ഓപ്ഷൻ സി റൈറ്റ് ആൻസർ. ഓക്കെ. ആൻറ്റിസെപ്റ്റിക്സ് ക്യാൻ ബി സേഫ്ലി അപ്ലൈഡ് ഓൺ ദ ലിവിങ് ടിഷ്യൂസ്. അത് കറക്റ്റാണ്, നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും. ആൻറ്റിസെപ്റ്റിക്സ് ക്യാൻ ബി ഇൻകോർപ്പറേറ്റഡ് ഇൻ ടു ഡിയോഡ്രൻസ്, ഫേസ് പൗഡേഴ്സ് ആൻഡ് സോപ്പ്. ശരിയാണ്. ലൈവോയ് സോപ്പിൻ്റെയൊക്കെ പരസ്യം പണ്ടൊക്കെ ഉണ്ടായിരുന്നത് മറ്റേ കീടാണുക്കളെ കൊല്ലുന്നതൊക്കെ അതൊക്കെ ആൻറ്റിസെപ്റ്റിക്സ് ആണ്. ഫീനോളാണ് അതിനകത്ത് ഉപയോഗിക്കുന്ന ആൻറ്റിസെപ്റ്റിക്. ഡെറ്റോൾ സോപ്പ് അതൊക്കെ. അതുപോലെ ഡിസിൻഫെക്റ്റൻസ് ക്യാൻ ഓൾസോ ബി അപ്ലൈഡ് ടു ദ സ്കിൻ സേഫ്ലി. അല്ല, തെറ്റാണ്. ഡിസിൻഫെക്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇനാനിമേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് ഓർഗാനിസങ്ങളിൽ അല്ല, നോൺ ലിവിങ് തിങ്സിൽ അപ്ലൈ ചെയ്യുന്ന, നോൺ ലിവിങ് തിങ്സിൽ ഇപ്പോൾ ഫ്ലോറിലോ ഒക്കെ ഉള്ള ഓർഗാനിസങ്ങളെ മൈക്രോ ഓർഗാനിസങ്ങളെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഡിസിൻഫെക്റ്റൻ്റ്. അത് നമുക്ക് സേഫായിട്ട് നമ്മുടെ ബോഡിയിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതല്ല. എ വെരി ഡൈലൂട്ട് സൊല്യൂഷൻ ഓഫ് ഫ്യൂ ഡിസിൻഫെക്റ്റൻസ് ക്യാൻ ബി യൂസ്ഡ് ആസ് ആൻറ്റിസെപ്റ്റിക്സ്. അത് കറക്റ്റാണ്. കാരണം എന്താണ്, ഇപ്പം ഫോർ എക്സാമ്പിൾ നമുക്ക് ക്ലോറിൻ തന്നെ, ക്ലോറിൻ്റെ ഹൈ കോൺസെൻട്രേഷൻ ആണെങ്കിൽ അത് എന്താണ് ഡിസിൻഫെക്റ്റാൻറ്റും, ലോ കോൺസെൻട്രേഷൻ ആണെങ്കിൽ നമുക്ക് എന്താണ് ആൻറ്റിസെപ്റ്റിക് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 6. വിച്ച് ഓഫ് ദ ഫോളോയിങ് വിൽ നോട്ട് ആക്ട് ആസ് എ ട്രാൻക്യുലൈസർ? ഇക്വാനിൽ ഉണ്ട്, അനാൾജിൻ ഉണ്ട്, അതുപോലെ മെപ്രോബാമേറ്റ് ഉണ്ട്, ക്ലോർ ഡൈസപ്പോക്സൈഡ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഈ ക്വസ്റ്റ്യൻ ഒഴിവാക്കാമെന്ന്. കാരണം അനാൾജിൻ എന്ന് പറയുന്ന ആൾ NCERT ബുക്കിൽ ഇല്ല. ശരിയല്ലേ? അനാൾജിൻ ഇല്ല. അപ്പം അനാൾജിൻ ഇല്ല എന്നിട്ട് ഞാൻ ഈ ക്വസ്റ്റ്യൻ എടുക്കണമെന്ന് ആലോചിച്ച് നോക്കി. പക്ഷേ അത് ഞാൻ തീരുമാനിച്ചു ആക്ച്വലി എന്തുണ്ട് ക്വസ്റ്റ്യനിൽ, ബാക്കി മൂന്നൊരു NCERT ബുക്കിലുള്ള ആൾക്കാരാണ്. ശരിയല്ലേ? ഇക്വാനിലും മെപ്രോബാമേറ്റും ക്ലോർ ഡൈസപ്പോക്സൈഡും അത് മൂന്നും ഉണ്ടെങ്കിൽ എനിക്ക് ഉറപ്പായിട്ടും അത് മൂന്നും ഏതാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ആളിനെ എന്താണ് നമുക്ക് എടുക്കാമല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഇക്വാനിലും മെപ്രോബാമേറ്റും ക്ലോർ ഡൈസപ്പോക്സൈഡും ഒക്കെ എവിടെ വരുന്നതാണ്? എന്താണ് ട്രാൻക്യുലൈസറിൻ്റെ കൂടെ വരുന്നതാണ്. എന്നാൽ നമ്മുടെ അനാൾജിൻ എന്ന് പറയുന്നത് പേരിൽ തന്നെ ഉണ്ട്. ഞാൻ വായിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും. അനാൾജസിക്സിൽ വരുന്നതാണ് അനാൾജിൻ. ഓക്കെ. ശരി. അപ്പോൾ ഇതിൻ്റെ ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആക്ടേഴ്സ് എന്താണ് ട്രാൻക്യുലൈസർ എന്നാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് അനാൾജിൻ. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 7. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ നർക്കോട്ടിക് അനാൾജസിക്സ് എന്നാണ്. നർക്കോട്ടിക് ഐബുപ്രൂഫൻ ഉണ്ട്, ആസ്പിരിൻ ഉണ്ട്, പാരസെറ്റമോൾ ഉണ്ട്, മോർഫിൻ ഉണ്ട്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മോർഫിനും കൊഡൈനും ഹെറോയിനും ആണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്നത്. മോർഫിൻ, ഹെറോയിൻ, കൊഡൈൻ അവർ മൂന്നുപേരും ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അപ്പോൾ ആ പേര് നിങ്ങൾക്ക് ഓർക്കാനും പറ്റും. ശരി, ഇതിൻ്റെ റൈറ്റ് ആൻസർ മോർഫിൻ ആണ്. അടുത്തത് ആൻറ്റിഹിസ്റ്റമിൻസ് ആർ നോട്ട് ഹെൽപ്ഫുൾ ഇൻ ക്യൂറിങ് നേസൽ അലർജീസ്. ശരിയാണ്. ജലദോഷം അല്ലേ, അങ്ങനെയുള്ള എന്താണ് ഹിസ്റ്റമിൻ്റെ കുഴപ്പം കൊണ്ടുണ്ടാവുന്ന നേസൽ അലർജിക്ക് എതിരായിട്ട് ആൻറ്റിഹിസ്റ്റമിൻ നമുക്ക് അതെ. ഇൻ ട്രീറ്റിംഗ് റാഷസ് കോസ്ഡ് ബൈ ഇച്ചിങ്. ഓക്കെ എന്ന് പറഞ്ഞാൽ ചൊറിച്ചിലൊക്കെ ഉണ്ടാവുന്ന അതൊക്കെ നമുക്ക് അതിനെതിരെ നമുക്കിത് ഉപയോഗിക്കാം. ആൻറ്റിഹിസ്റ്റമിൻസ് ഉപയോഗിക്കാം. ചെറിയ അലർജിക് ഇഫക്റ്റ് ഒക്കെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കാം. ഇൻ ബ്രിങ്ങിങ് ഡൗൺ അക്യൂട്ട് ഫീവർ ഒരിക്കലും അല്ല, അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. അടുത്ത് ഇൻ വാസോ ഡയലേഷൻ, നമുക്കറിയാമല്ലോ ബ്ലഡ് വെസൽസിൻ്റെ എക്സ്പാൻഷന് വേണ്ടി സഹായിക്കും, ബ്ലഡ് പ്രഷർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. അത് വാസോ ഡയലേഷൻ ഒരു ആൻറ്റിഹിസ്റ്റമിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഫങ്ഷനും കൂടെയാണ്. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ ഇൻ ബ്രിങ്ങിങ് ഡൗൺ അക്യൂട്ട് ഫീവർ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. വെരി ഗുഡ്. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 9. The main cause of acidity in the stomach is? The main cause of acidity in stomach. Release of extra gastric acids which decrease the pH level. ശരിയല്ലേ? സ്റ്റൊമക്കിൽ
HCl ഉണ്ട്. HCl-ന്റെ സെക്രീഷനെ സഹായിക്കുന്ന ആളാണ് ഹിസ്റ്റമിൻ. അപ്പോൾ ഹിസ്റ്റമിൻ്റെ ആക്ഷൻ കാരണം നമ്മുടെ സ്റ്റൊമക്കിൽ എക്സസ് ആയിട്ട് എന്താണ് HCl സെക്രീറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ കോൺസെൻട്രേഷൻ കൂടുന്തോറും pH കുറയുമെന്നാണ് പഠിച്ചിട്ടുള്ളത്. സോ റിലീസ് ഓഫ് എക്സ്ട്രാ ഗ്യാസ്ട്രിക് ആസിഡ്സ് വിച്ച് ഡിക്രീസസ് ദ pH ലെവൽ. അതാണ് അസിഡിറ്റിയുടെ റീസൺ. ക്ലിയർ? ഓക്കെ ഓക്കെ അല്ലേ? Option A is the right answer. Option A is the right answer. Question number 10. എന്താണ് question number 10? ഓക്കേടാ. അതായത് നെറ്റ് പ്രോബ്ലം ഉണ്ടായിരിക്കും എന്നാണ് എന്ന് തോന്നുന്നത്. ആണോ? ഇപ്പൊ കാണാവോ? ശരി. ഞാനാണെങ്കിൽ എന്താണ് ഇവിടെ നിന്നും ക്വാളിറ്റി കുറച്ചാണ് വെച്ചിരിക്കുന്നത്. നെറ്റ് പ്രോബ്ലം വരുന്ന ക്വാളിറ്റി കുറച്ചാണ് വെച്ചിരിക്കുന്നത്. 360 ആണ്. 720 പോയി കഴിഞ്ഞാൽ പിന്നെ ഒരുപാട് നെറ്റ് വേണ്ടി വരും. അതുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നത്. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 10. ബാക്കി ഏതാണ് ക്വസ്റ്റ്യനാ? അപ്പം നിനക്ക് അതിൽ ഫോണിൽ നോക്കാം അല്ലേ? 2 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. ഞാൻ നീറ്റ് സാറിനെ ഗ്രൂപ്പിലിടാം. ഒന്നോ ഗായത്രി? വന്നോ? അല്ല വന്നില്ലേ? ക്വസ്റ്റ്യൻ വന്നല്ലോ. ആയിരിക്കും. നിന്റെ പേഴ്സണൽ നമ്പറിലല്ല, എന്താണ് ഗ്രൂപ്പിലാണ് ഇട്ടതേ. ഓക്കെ ശരി, നമുക്ക് മുന്നോട്ട് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 10. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ഡ്രഗ് റിസപ്റ്റേഴ്സ്? നിങ്ങൾ എൻസൈം എന്താണ് ഡ്രഗ് ഇൻട്രാക്ഷനും അതുപോലെ എന്താണ് റിസപ്റ്റർ ഡ്രഗ് ഇൻട്രാക്ഷൻ രണ്ടും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചിട്ടുണ്ടാവും എന്തായാലും. ഉണ്ടോ? ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണുള്ളത്? റിസപ്റ്റർ പ്രോട്ടീൻസ് ആർ എംബഡഡ് ഇൻ ദ സെൽ മെമ്പറൈൻ. നിങ്ങൾക്കറിയായിരിക്കും സെൽ മെമ്പറൈൻ്റെ എന്താണ് പുറത്ത് ഇങ്ങനെ എന്താണ് റിസപ്റ്റർ സൈറ്റുകളുണ്ട്. റിസപ്റ്റർ പ്രോട്ടീൻ്റെ സൈറ്റുകളുണ്ട്. ട്രൂ ആണ്. ദ കെമിക്കൽ നോൺ ആസ് ആ റിസപ്റ്റർ സൈറ്റുകളിൽ ആണ് എന്താണ് ആ റിസപ്റ്റർ പ്രോട്ടീൻസിലുള്ള റിസപ്റ്റർ സൈറ്റുകളിലാണ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് വന്ന് അറ്റാക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ എന്താണ് ഇൻഫർമേഷൻ പാസ് ചെയ്യാനുണ്ടെങ്കിൽ, ഒരു കോഡഡ് ഇൻഫർമേഷൻ അല്ലെങ്കിൽ എന്തായാലും ആയിക്കോട്ടെ പാസ് ചെയ്യാനുണ്ടെങ്കിൽ ന്യൂറോൺസിനിടയ്ക്ക് അത് പാസ് ചെയ്യുമ്പോൾ ആക്ച്വലി ഈ പറയുന്ന കെമിക്കൽ വന്നിട്ടാണ് റിസപ്റ്റർ സൈറ്റിൽ അറ്റാക്ക് ചെയ്യുക. ദ കെമിക്കൽ നോൺ ആസ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് ആർ റിസീവ്ഡ് അറ്റ് ദ ബൈൻഡിങ് സൈറ്റ്സ് ഓഫ് ദ റിസപ്റ്റേഴ്സ്. കറക്റ്റ് ആണ്. ദ റിസപ്റ്റേഴ്സ് ഷോ സെലക്ടിവിറ്റി ഫോർ വൺ കെമിക്കൽ മെസ്സഞ്ചർ ഓവർ ദി അതർ. അതെ, റിസപ്റ്റേഴ്സിന് എന്താണ് ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റൊമക്കുണ്ട്, സ്റ്റൊമക്കിൻ്റെ ഇന്നർ വാളുണ്ട്, അതിനകത്ത് റിസപ്റ്റർ സൈറ്റുകളുണ്ട്. അപ്പോൾ ആ റിസപ്റ്റർ സൈറ്റുകളുടെ പ്രത്യേകത, ഇപ്പം ഹിസ്റ്റമിൻ തന്നെ
ഹിസ്റ്റമിൻ വന്നിട്ട് അലർജി ഉണ്ടാക്കുന്ന റിസപ്റ്റർ സൈറ്റിൽ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് അലർജി വരുന്നത്. എന്നാൽ ഓവർ സെക്രീഷൻ ഓഫ് ആസിഡിൻ്റെ ഇൻഫർമേഷൻ പോകേണ്ട റിസപ്റ്റർ സൈറ്റുകൾ വേറെയുണ്ട്. അവിടെ അറ്റാക്ക് ചെയ്യുമ്പോഴാണ് ഓവറായിട്ട് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ റിസപ്റ്റേഴ്സിനും അല്ലെങ്കിൽ തിരിച്ചും രണ്ടുപേർക്കും സെലക്ടിവിറ്റി ഉണ്ട്. അത് കറക്റ്റാണ്. ഇനി അതിനുശേഷം കെമിക്കൽ മെസ്സഞ്ചർ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കെമിക്കൽ മെസ്സഞ്ചറിനെ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ റിസപ്റ്റർ പ്രോട്ടീൻ ഡീകമ്പോസ് ചെയ്യുമെന്നാണ് ഓപ്ഷൻ ഡിയിൽ പറയുന്നത്. പക്ഷേ ഒരിക്കലും ഇല്ല. ഇനി സെൽ മെംബ്രെയിൻ്റെ ആ വാളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ആ സർഫസിൽ ഇരിക്കുന്ന റിസപ്റ്റർ പ്രോട്ടീൻസ് അവിടെ തന്നെ ഇരിക്കും. അത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും അത് കുറേ കഴിയുമ്പോഴത്തേക്കും അടുത്ത് വീണ്ടും കെമിക്കൽ മെസ്സഞ്ചർ വരും, അവിടെ അറ്റാക്ക് ചെയ്യും, ഇൻഫർമേഷൻസ് പാസ് ചെയ്തുകൊണ്ടിരിക്കും. സോ റിസപ്റ്റർ പ്രോട്ടീൻ ഈസ് ഡീകമ്പോസ്ഡ് ആൻഡ് ഡെസ്ട്രോയിഡ് ആഫ്റ്റർ റിമൂവൽ ഓഫ് കെമിക്കൽ മെസ്സഞ്ചർ എന്ന ഓപ്ഷൻ തെറ്റാണ്. ഓക്കെ. And moving to the next question, question number 11. Which of the following is not true about anti-fertility drugs? Exam ചോദിക്കുന്നതാണ് കേട്ടോ. Anti-fertility drugs. Birth control pills contain a mixture of synthetic estrogen and progesterone derivatives. Correct ആണല്ലോ. NCERT ടെക്സ്റ്റ് ബുക്കിലെ സെന്റൻസ് ആണത്. എന്ത്? അടുത്ത ഓപ്ഷൻ ബി, ബോത്ത് കോമ്പൗണ്ട്സ് ദാറ്റ് ഈസ് ഈസ്ട്രോജൻ ആൻഡ് പ്രൊജസ്റ്ററോൺ ആർ എന്തോ അവർ രണ്ടുപേരും ഹോർമോൺസ് ആണ്. ശരിയല്ലേ? ഓക്കെ. അവർ വൈറ്റമിൻസ് എന്നാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. തെറ്റാണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ? Progesterone is supposed to suppress ovulation. ഓവുലേഷനെ സപ്രസ് ചെയ്യുന്ന ആളാണ് പ്രൊജസ്ട്രോൺ. അതുപോലെ നോർത്തിൻഡ്രോൺ എന്ത് ചെയ്യും? സിന്തറ്റിക് പ്രൊജസ്ട്രോൺ ഡെറിവേറ്റീവ് ആണെന്ന്. അതെ, അതൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസ് ഉപയോഗിച്ചിട്ടാണ് ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ അതിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ. അടുത്ത് യൂസ് ഓഫ് കെമിക്കൽസ് ഫോർ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡിസീസ് കോൾഡ്. കെമിക്കൽ ഉപയോഗിച്ച് ഡിസീസ് നമ്മൾ ക്യൂർ ചെയ്യുക, അതിൻ്റെ പേര് കീമോതെറാപ്പി. എനിക്ക് പനി വന്നു, ഞാൻ പാരസെറ്റമോൾ കഴിച്ചു, ദാറ്റ് ഈസ് കോൾഡ് കീമോതെറാപ്പി. എനിക്ക് വേദന വന്നു, ഞാൻ അനാൾജസിക്സ് കഴിച്ചു, അതിൻ്റെ പേര് കീമോതെറാപ്പി. ഡിപ്രഷൻ വന്നു, മരുന്ന് കഴിക്കുന്നു, അതിൻ്റെ പേര് കീമോതെറാപ്പി. മനസ്സിലായില്ലേ? ഓക്കെ. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 13. The chemical substance used to bring down the body temperature in high fever are known as. എന്താണ് ടെമ്പറേച്ചർ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? ആന്റിപൈററ്റിക്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ശരിയല്ലേ? ആന്റിബയോട്ടിക് താഴെ പറയുന്നതിൽ ആരാണ്? വേഗം പറയൂ. നിങ്ങൾ പഠിച്ചില്ല നല്ലോണം. ക്ലോറാംഫെനിക്കോൾ ആന്റിബയോട്ടിക് ആണ്. വെരി ഗുഡ്. ആന്റിസെപ്റ്റിക് താഴെ പറയുന്നതിൽ ആരാണ്? ക്ലോറോസൈലിനോളിന്റെയും ടെർപ്പിനോളിന്റെയും മിക്സറിന്റെ പേരെന്തോന്ന്? ഡെറ്റോൾ. ഓക്കെ, ഗുഡ്. അനാൽജസിക് താഴെ പറയുന്നതിൽ ആരാണ്? കൊഡൈൻ. ഓക്കെ. ഹെറോയിനും കൊഡൈനും മോർഫിനും നർക്കോട്ടിക് അനാൽജസിക് ആണ്. നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു? ഫിനൽസീൻ ഒരു എന്താണ്? ട്രാൻക്യുലൈസർ ആണ് ഫിനൽസ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് ആൻസറാണ് കറക്റ്റ്? ആൻറ്റിബയോട്ടിക് ക്ലോറാംഫെനിക്കോൾ ആണ്. A3 ആണ്. A3 എന്നൊരു ഓപ്ഷൻ അല്ലേ ഉള്ളൂ. ഓക്കെ. Question number 15. Which of the following statement is not correct? Some disinfectants can be used as antiseptic at low concentration. Which of the following statement is not correct? Some disinfectants can be used as antiseptic at a low concentration. Correct. Aspirin is analgesic and antipyretic. Correct. Northindrone is an antihistamine. അല്ല. പിന്നെ എന്തോന്നാണ്? ആന്റി-ഫെർട്ടിലിറ്റി ഡ്രഗിൽ. ഓക്കെ. അടുത്ത് എന്താണ്? ക്ലോറാംഫെനിക്കോൾ ഈസ് എ ബ്രോഡ് സ്പെക്ട്രം ആന്റിബയോട്ടിക്. That can be an expected question. Chloramphenicol is a broad spectrum antibiotic. ബ്രോഡ് സ്പെക്ട്രം, നാരോ സ്പെക്ട്രം എന്നതുപോലെ തന്നെ എന്താണ് ലിമിറ്റഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ഒക്കെ എക്സാമ്പിൾ ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഞാൻ നാളെ എന്തായാലും ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട്. നിങ്ങൾ ആ ലിസ്റ്റ് പഠിക്കണം കേട്ടോ. അതായത് നമ്മൾ നാളെ നമ്മൾ ഫസ്റ്റ് ഇയറിൻ്റെ ഹോൾ ടോപ്പിക് ഡിസ്കഷനാണ് ഫസ്റ്റ് ഇയറിൻ്റെ. അപ്പം ഞാൻ യഥാർത്ഥത്തിൽ ക്വസ്റ്റ്യൻ ചെയ്തു വെച്ചിരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്ട്രക്ചർ ഓഫ് ആറ്റം എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഏതൊക്കെ ടോപ്പിക്കിൽ നിന്നാണ് ഞാൻ ക്വസ്റ്റ്യൻ എടുത്തിരിക്കുന്നത് എന്ന് ഞാൻ എഴുതി വയ്ക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അടുത്ത ടോപ്പിക്ക് ഞാൻ കവർ ചെയ്യും. മനസ്സിലായോ?
അപ്പോൾ 10 ഹോൾ ടോപ്പിക്ക് ഡിസ്കഷൻ വരുമ്പോൾ ഒരു ചാപ്റ്ററിനകത്തുള്ള എല്ലാ ടോപ്പിക്കിലും ഞാൻ ടച്ച് ചെയ്യുന്നുണ്ടാവും. മോസ്റ്റ് എക്സ്പെക്റ്റഡ് എല്ലാം ടച്ച് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം അടുത്ത് ഈ പറഞ്ഞ എന്താണ് ഇതിൻ്റെ സെക്കൻഡ് ഇയർ ഹോൾ ടോപ്പിക്കിൻ്റെ ഡിസ്കഷൻ ഞാൻ വെക്കുന്ന സമയത്ത് ഇതേപോലെ ഞാൻ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾ വേഗം പറയണം. ഓക്കെ, മുന്നോട്ട് പോവാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 16. ടെർഫിനാഡിൻ ഈസ് കോമൺലി യൂസ്ഡ് as. ടെർഫിനാഡിൻ എന്തിന് എക്സാമ്പിൾ ആണ്? ബ്രോംഫെനിറാമിനും ടെർഫിനാഡിനും എന്തിന് എക്സാമ്പിൾ ആണ്? പഠിച്ചില്ല. NCERT ബുക്ക് ഉണ്ടായിരുന്നിട്ട് കാര്യവുമില്ല. അത് നോക്കി പറയാൻ പോലും അറിഞ്ഞൂടെ. അല്ലേ, ടെർഫിനാഡിൻ എന്തിന് എക്സാമ്പിൾ ആണ്? ടെർഫിനാഡ് ആൻറ്റി ഹിസ്റ്റമിൻ ആണ്. ടെർഫിനാഡിന് മറ്റൊരു പേരുണ്ടോ, അറിയാമോ? നിങ്ങൾ ഇനി നിങ്ങൾ പഠിക്കാനുണ്ട്. ഓക്കെ, സെൽഡേൺ എന്നാണ് എന്താണ് മറ്റൊരു പേര്. നിങ്ങൾ കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. പഠിക്കണം കേട്ടോ, കുറച്ചുകൂടെ പഠിക്കണം. എന്താണ് അത്രയും പോരാ പഠിച്ചത്, കുറച്ചുകൂടെ പഠിക്കണം. ഓക്കെ, ശരി, പഠിക്കുമല്ലോ. പഠിച്ചിട്ട് വേണം അടുത്ത ഡിസ്കഷൻ വരാൻ വേണ്ടി. ക്വസ്റ്റ്യൻ നമ്പർ 26. ക്വസ്റ്റ്യൻ നമ്പർ 26 അല്ല, ഞാൻ പിൻ ചെയ്തത് മാറിപ്പോയെന്ന് തോന്നുന്നു. 70 അതുകൊണ്ട്. Which of the following statement is not correct about penicillin? അല്ലേ, പെൻസിലിൻ G is a narrow spectrum. കറക്റ്റ് ആണ്, നാരോ സ്പെക്ട്രത്തിൽ വരുന്നതാണ്. ഇനി ഇറ്റ് ഈസ് അല്ലേ, ആണല്ലോ. NCERT ബുക്കിൽ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. ഒന്നുകിൽ ഗ്രാം പോസിറ്റീവ് അല്ലെങ്കിൽ ഗ്രാം നെഗറ്റീവ്. ഇതിലാർക്കെങ്കിലും ഒരാൾക്കെതിരെ അത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പം എന്താണ് gram, okay, those effective mainly against gram positive or gram negative bacteria are narrow spectrum antibiotic. If narrow spectrum antibiotic, if effective against a single organism or disease, they are referred to as limited spectrum antibiotic. Penicillin G has a narrow spectrum. Okay, ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇത് എൻ്റെ ഇരിക്കുന്ന NCERT ബുക്കാണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഞാൻ ലേറ്റസ്റ്റ് വർഷം എടുത്ത് വെച്ചിരിക്കുന്നതാണ്. കാരണം മോഡിഫിക്കേഷൻസ് ഉണ്ടായിരിക്കും, അതുകൊണ്ട് തെറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റാണത്. ഉറപ്പായിട്ടും ചോദിക്കും. നിങ്ങൾ ഈ ആൻറ്റിബയോട്ടിക്സ് എന്ന് പറയുന്ന ആ ടോപ്പിക്ക് നിങ്ങൾ പഠിക്കും. നിങ്ങൾക്ക് ഈ വർഷം ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും അവിടെ നിന്ന്, ഉറപ്പായിട്ടും കിട്ടും. നിങ്ങൾ പഠിക്കണം. അതുപോലെ ഇറ്റ് ഈസ് എക്സ്ട്രാക്ട് ഫ്രം ആൻറ്റി ബാക്ടീരിയൽ ഫംഗസ് പെൻസിലിയം. കറക്റ്റ് അല്ലേ? ആംഫിസിലിനും അമോക്സിലിനും പെൻസിലിൻ ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ആംഫിസിലിൻ ആൻഡ് അമോക്സിലിൻ ആർ സിന്തറ്റിക് മോഡിഫിക്കേഷൻ ഓഫ് പെൻസിലിൻ. റൈറ്റ് ആണ്. ഇറ്റ് ഹാസ് എ ബാക്ടീരിയോസ്റ്റാറ്റിക് ഇഫക്റ്റ്. ഒരിക്കലുമല്ല, അത് ബാക്ടീരിയസൈഡലാണ്. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ എവിടെ ബാക്ടീരിയസൈഡൽ, ബാക്ടീരിയോസ്റ്റാറ്റിക് എന്നും പറഞ്ഞ ആൻറ്റിബയോട്ടിക്കിൽ 2 ക്ലാസിഫിക്കേഷൻ കാണും. അതിൻ്റെ താഴെയായിട്ട് 3 ആൾക്കാരെടുത്തുകൊണ്ട് ആ 6 ആൾക്കാരെ ഒന്ന് ദയവായി പഠിക്കൂ. ഉറപ്പായിട്ടും വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ബാക്ടീരിയസൈഡൽ ആൻറ്റിബയോട്ടിക്, ബാക്ടീരിയോസ്റ്റാറ്റിക് ആൻറ്റിബയോട്ടിക് എന്ന് ചോദിക്കാം. സൈഡൽ മീൻസ് കില്ലിങ്, സ്റ്റാറ്റിക് മീൻസ് ഗ്രോത്തിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ആൾ. അപ്പോൾ ഇതിനകത്ത് തന്നിരിക്കുന്നത് ഇറ്റ് ഹാസ് എ ബാക്ടീരിയോസ്റ്റാറ്റിക് ഇഫക്റ്റ് എന്നാണ്. ബാക്ടീരിയയുടെ ഗ്രോത്ത് തടയുമെന്നാണ്. അല്ല, ബാക്ടീരിയകളെ കിൽ ചെയ്യുന്ന ആളാണ് പെൻസിലിൻ. ക്ലിയർ അല്ലേ? ക്ലിയർ ആണ്. ഓക്കെ, and moving to the next question number 18. Which of the following will not act as antacid? Antacid ന്റെ സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്, സോഡിയം ബൈകാർബണേറ്റ് antacid ആണ്. നമ്മുടെ NCERT ബുക്കിലുണ്ട്. മിക്സർ ഓഫ് മാഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആൻഡ് അലുമിനിയം കാർബണേറ്റ്, അലുമിനിയം ഹൈഡ്രോക്സൈഡ് ഒക്കെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അലുമിനിയം കാർബണേറ്റ് ഉണ്ടോ എന്ന് എനിക്ക് ഡൗട്ടാണ്. സോഡിയം കാർബണേറ്റ് ഇല്ല. സോഡിയം കാർബണേറ്റ് നമുക്ക് അതൊരു ആൽക്കലിയാണ്. പക്ഷെ സോഡിയം കാർബണേറ്റ് കുഴപ്പമുണ്ട്. നമ്മൾ അസിഡിറ്റി വരുമ്പോൾ അതെടുത്ത് കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള കുഴപ്പം, ഈ സോഡിയം കാർബണേറ്റ് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എണ്ണ ഒഴിച്ചായിട്ടാണ് മാറുന്നത് വെള്ളത്തിൽ ഡിസോൾവ് ആകുമ്പം. ആ എണ്ണ ഒഴിച്ച് അവിടെ കാണുന്ന ആരുമായിട്ട് റിയാക്ട് ചെയ്യും, HCl ആയിട്ട്. എന്നിട്ട് ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ, ഹീറ്റ് ലിബറേറ്റ് ചെയ്യും, ബേണിംഗ് ഇഫക്റ്റ് ഉണ്ടാകും. ആ കുഴപ്പത്തിലോട്ട് പോകും നമ്മൾ. മനസ്സിലായ? അപ്പം അലുമിനിയം കാർബണേറ്റ് ആണെങ്കിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ് ആണ് ഉണ്ടാകുന്നത്. അതൊരു വീക്ക്
എന്താണ് വീക്കായിട്ടുള്ള ബേസ് ആണ്, അതുകൊണ്ടാണ് അത് കുഴപ്പമില്ലാത്തത്. നമ്മൾ ആസിഡിനെ എന്താണ് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി വീക്ക് ബേസ് ആണ് നമ്മുടെ ബോഡിക്കകത്തേക്ക് കൊടുക്കേണ്ടത്. സ്ട്രോങ് ബേസ് കൊടുത്തു കഴിഞ്ഞാൽ ഹ്യൂജ് ഹീറ്റ് ഓഫ് ന്യൂട്രലൈസേഷൻ വരെ നമ്മുടെ ബോഡിക്ക് അത് താങ്ങണമെന്നില്ല. ഓക്കെ, സോ ഇതിൽ ആൻസർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആക്ട് ആസ് ആൻറ്റാസിഡ് എന്നാണ്. ദ റൈറ്റ് ആൻസർ ഈസ് സോഡിയം ബൈകാർബണേറ്റ്. സോഡിയം കാർബണേറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. ബാർബിറ്റുറേറ്റ്സ് ആക്ടേഴ്സ്. ബാർബിറ്റൂറിക് ആസിഡിന്റെ ഡെറിവേറ്റീവ്സ് ആണ് ബാർബിറ്റുറേറ്റ്സ്. അതെന്താ ആക്ട് ചെയ്യും? ഹിപ്നോട്ടിക് ആണ്, സ്ലീപ്പ് ഇൻഡ്യൂസിങ് ഏജൻസ് ആണ്. ഓർമ്മയുണ്ടോ അതൊക്കെ? ലൂമിനാളും സെക്കനാളും ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ NCERT ബുക്കിൽ എഴുതിയിട്ടുണ്ട്. നോൺ നർക്കോട്ടിക് അനാൾജസിക്സ് അല്ല, ആക്ടിവേറ്റർ ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ല, ആൻറ്റി അലർജറ്റിക് ഡ്രഗ്സ് അല്ല. ബാർബിറ്റുറേറ്റ്സ് നമ്മളിൽ എന്താണ് ഹിപ്നോട്ടിക് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണ്, ഉറക്കം വരുത്തും നമ്മളിൽ. അതുകൊണ്ട് തന്നെ എന്താണ് സ്ലീപ്പിംഗ് പിൽസിലൊക്കെ ബാർബിറ്റൂറിക് ആസിഡ് ഉണ്ടാവും. എന്നാൽ ഉറക്കം എണീക്കുമ്പോൾ ഒരു എന്താണ് സെൻസ് ഓഫ് വെൽബീയിങ് ഒക്കെ നമുക്ക് ഉണ്ടാവാനുള്ള കഴിവും ഉള്ള ആളാണ്. അതുപോലെ നമ്മുടെ ബോധ മനസ്സിനെ ഉറക്കിയിട്ട് നമ്മുടെ എന്താണ് സബ് കോൺഷ്യസ് മൈൻഡിനെ ഉണർത്താനുള്ള കഴിവുള്ള ആളാണ് ബാർബിറ്റൂറിക് ആസിഡ്. അതുകൊണ്ടാണ് ഹിപ്നോട്ടിക് മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. സോ മൂവിങ് ടു ക്വസ്റ്റ്യൻ നമ്പർ 20. ദ സ്ട്രക്ചർ ഗിവൺ ബിലോ ഈസ് നോൺ ആസ്. ഇങ്ങനൊരു ക്വസ്റ്റ്യൻ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതല്ല, എന്നാലും ഒന്ന് പോട്ടെ. നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ 10-20ഓളം ഫിഗറുകൾ ഇങ്ങനെ ഉണ്ട്. ആ ഫിഗറുകളിൽ ഏതെങ്കിലും എൻട്രൻസിന് ചോദിക്കുവാൻ സാധ്യതയുണ്ട്. കാണിച്ചു തന്നിട്ട് ഇത് ഏത് എന്താണ് ഡ്രഗ് ആണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇവിടുന്ന് ആരും ആൻസർ പറഞ്ഞു? ആൻസർ നിങ്ങൾക്ക് പറയാം. എന്തേ? ക്ലോറാംഫിനിക്കോൾ റൈറ്റ് ആൻസർ. ക്ലോറാംഫിനിക്കോളുടെ റൈറ്റ് ആൻസർ. ക്ലോറാംഫിനിക്കോളിൻ്റെ പ്രത്യേകത ഫീനോളുണ്ട്, ക്ലോറിനുണ്ട്. അതിൽ ഓർത്താൽ മതി, അവിടെ നമുക്കത് എടുക്കാൻ പറ്റും. ഓക്കെ, ഫിനോളിക് ഗ്രൂപ്പ് അവിടെ ഇല്ല, ബെൻസീനാണുള്ളത്. പിന്നെ ബെൻസീൻ റിംഗ് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, അതുപോലെ ക്ലോറിൻ ഉണ്ട്. അതുപോലെ ക്വസ്റ്റ്യൻ നമ്പർ 21. Antiseptics are the chemicals which either dash or dash the growth of microorganisms and are applied to. അല്ലെങ്കിൽ antiseptics are the chemicals which either kill or prevent the growth of microorganism and are applied to the living tissues. ശരിയല്ലേ? അപ്പോൾ ഏത് ഓപ്ഷനാണ് കറക്റ്റ്? ഓപ്ഷൻ എ. ഓപ്ഷൻ ബി കറക്റ്റ് ആകണമെങ്കിൽ ആന്റിസെപ്റ്റിക്സ് എന്ന വേർഡിന് പകരം എന്തുപയോഗിച്ചാൽ മതി? ഡിസിൻഫെക്റ്റൻസ് എന്ന് ഉപയോഗിച്ചാൽ മതി. ഓക്കെ, ആയിക്കോട്ടെ, വെരി ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 22. ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ് ഇൻക്ലൂഡ്. ആന്റിമൈക്രോബിയൽ ഡ്രഗ്സ് ഇൻക്ലൂഡ് ആന്റിസെപ്റ്റിക്സ്, ആന്റിബയോട്ടിക്സ്, ഡിസിൻഫെക്റ്റൻസ്. ഇതിൽ ആരാണ് മൈക്രോ ഓർഗാനിസങ്ങളെ കില്ല് ചെയ്യുന്നത്? എല്ലാം ശരിയല്ലേ? ആന്റിമൈക്രോബിയൽസ് ആണ്. ഓൾ. അപ്പോൾ എവിടെ വരും? ഓപ്ഷൻ ഡി അല്ലടാ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 23. Some drugs do not bind to the enzyme's active site, instead bind to different site of enzyme. This site is called. Okay, എൻസൈമുകൾക്ക് 2 സൈറ്റുകളുണ്ട്. ഒരു ആക്റ്റീവ് സൈറ്റും ഉണ്ട്, ഒരു അലോസ്റ്ററിക് സൈറ്റും ഉണ്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഡ്രഗ് ആക്ഷൻ പഠിക്കുമ്പോൾ ചില ഡ്രഗുകൾ ആക്റ്റീവ് സൈറ്റിൽ വന്ന് ഇൻട്രാക്ട് ചെയ്യും. ചില ആൾക്കാരാണെങ്കിൽ ആക്റ്റീവ് സൈറ്റിൽ വരുന്നതിന് പകരം അലോസ്റ്ററിക് സൈറ്റിൽ പോയിട്ടാണ് അറ്റാക്ക് ചെയ്യുക. എന്നിട്ട് ആക്റ്റീവ് സൈറ്റിൻ്റെ ഷേപ്പ് ചേഞ്ച് ചെയ്യിക്കുന്ന ആൾ, അങ്ങനെയുള്ള ഡ്രഗ്സ് ഉണ്ട്. അപ്പോൾ അലോസ്റ്ററിക് സൈറ്റ് എന്ന് പറയുന്ന വേർഡ് നിങ്ങളെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ക്വസ്റ്റ്യൻ വന്നത്. NCERT ബുക്കിൽ ആ സെൻറ്റൻസ് ഉണ്ട്. ക്വസ്റ്റ്യൻ നമ്പർ 24. വാട്ട് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ബൈൻഡ് ദ സബ്സ്ട്രേറ്റ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം? ഓക്കെ, എൻസൈമിൻ്റെ ആക്റ്റീവ് സൈറ്റിൽ സബ്സ്ട്രേറ്റ് അട്രാക്ട് ചെയ്യുന്നത് ഏതൊക്കെ ബോണ്ടിങ്ങിലൂടെയാണ്? അയോണിക് ബോണ്ടിങ് ഉണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട്, വാൻഡർവാൾ ഫോഴ്സ് ഉണ്ട്, റിയാക്ഷൻ വിത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഓഫ് എൻസൈംസ് ഉണ്ട്. ഇതൊക്കെയാണുള്ളത്. ഇതിൽ വിച്ച് ടൈപ്പ് ഓഫ് ഫോഴ്സസ് ബൈൻഡ് ദ സബ്സ്ട്രേറ്റ് ടു ദ ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം? അവിടെ കെമിക്കൽ റിയാക്ഷൻസ് ഒന്നും നടക്കുന്നില്ല, ഇവരവിടെ ബൈൻഡ് ചെയ്യുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് അട്രാക്റ്റീവ് ഫോഴ്സുകൾ അയോണിക് ബോണ്ടിങ്ങോ അല്ലെങ്കിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങോ വാൻഡർവാൾ ഫോഴ്സോ ഒക്കെ ആവാം. അല്ലാതെ റിയാക്ഷൻ വിത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ് ഓഫ് എൻസൈംസ് എന്നുള്ളത് അവിടെ പോസിബിൾ അല്ല. അതുകൊണ്ട് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. ക്ലിയർ? ഓക്കെ, യെസ്. ക്വസ്റ്റ്യൻ നമ്പർ 25. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ഓഫ് ഡിപ്രഷൻ? എന്താണ് ഡിപ്രഷൻ എന്നാണ്? ആൻ ഇൻക്രീസ്ഡ് ലെവൽ ഓഫ് ഷുഗർ അല്ലല്ലോ, ലോ ലെവൽസ് ഓഫ് നോർ അഡ്രിനാൽ. നിങ്ങളുടെ NCERT ബുക്കിൽ എഴുതിയിട്ടുണ്ട്
നോർ അഡ്രിനാലിൻ്റെ പ്രൊഡക്ഷനെ സഹായിക്കുന്ന എൻസൈമുകളുടെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നോർ അഡ്രിനാലിൻ്റെ അളവ് കുറയുന്ന സമയത്ത് നമുക്ക് ഒരാൾ പറയുന്ന കാര്യങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അതിന് അനുസരിച്ച് പ്രവർത്തിക്കാനോ നമുക്ക് ഒരു പക്ഷേ കഴിഞ്ഞെന്ന് വരത്തില്ല. അതിനാണ് നമ്മൾ ഡിപ്രഷൻ എന്ന് പറയുന്നത്. സോ എന്താണ് ലോ ലെവൽസ് ഓഫ് നോർ അഡ്രിനാലിൻ എ ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്ലഡ് ലീഡ്സ് ടു ഡിപ്രഷൻ. ക്ലിയർ? ക്വസ്റ്റ്യൻ നമ്പർ 26 എവിടെ പോയി? യെസ്, ക്വസ്റ്റ്യൻ നമ്പർ 26. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിഫൈൻസ് ദ ടേം ഓപ്പിയേറ്റ്സ്? ഒന്നുമില്ല, ഓപ്പിയം പോപ്പി എന്ന പ്ലാന്റിൽ നിന്ന് കിട്ടുന്ന നർക്കോട്ടിക് അനാൾജസിക്സുകളെയാണ് ഓപ്പിയേറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഹെറോയിനും കൊഡൈനൊക്കെ. ഓക്കെ, ഓപ്പിയം പോപ്പി NCERT ബുക്കിൽ എഴുതിയിട്ടുണ്ട് ആ ഡീറ്റെയിൽസ്. ഡ്രഗ്സ് ദാറ്റ് bind to the receptor site and they inhibit the natural function are called. ഇമ്പോർട്ടൻ്റ് ആണ്. റിസപ്റ്റർ സൈറ്റിൽ അറ്റാക്ക് ചെയ്തിട്ട് അതിൻ്റെ എന്താണ് അവിടുത്തെ എന്താണ് ബയോളജിക്കൽ ആക്ഷൻ തടയുന്ന ആളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തോന്ന്? ഓക്കെ, ആൻറ്റഗോണിസ്റ്റ് ഡ്രഗ്. ആൻറ്റഗോണിസ്റ്റിക് ആണ്. അഗോണിസ്റ്റിക് ആൻഡ് ആൻറ്റഗോണിസ്റ്റിക് ഡ്രഗ്സ് ഉണ്ട്. അഗോണിസ്റ്റിക് ആണെങ്കിൽ എന്താ പ്രത്യേകത? അവർ റിസപ്റ്റർ സൈറ്റിൽ അറ്റാക്ക് ചെയ്യുന്നതിന് പകരം ഏതാണോ അവിടെ അറ്റാക്ക് ചെയ്യേണ്ടത് അയാളുടെ എന്താണ് ആ കെമിക്കലിൻ്റെ അതേ എന്താണ് ആക്ഷൻ ഇയാൾ മിമിക് ചെയ്യും. അപ്പം മിമിക് ചെയ്യുന്ന ആളിനെ നമ്മൾ എന്താണ് അഗോണിസ്റ്റ് എന്നും, ഡയറക്റ്റായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ആളിനെ നമ്മൾ എന്തെന്നും പറയും? അതായത് ജസ്റ്റ് ഒരു റിസപ്റ്റർ പ്രോട്ടീൻ്റെ സൈറ്റിലേക്ക് ഒരാളുടെ എന്താണ് ഒരു പിന്നെ എന്താണ് കെമിക്കൽ എന്താണ് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു ഡിസീസ് ഉണ്ടാവുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡ്രഗ് കഴിക്കണം. ആ ഡ്രഗിൻ്റെ പ്രത്യേകത എന്താ? ആ ഡ്രഗിൻ്റെ പ്രത്യേകത ഈ കെമിക്കൽ കോമ്പൗണ്ട് എത്തുന്നതിന് മുൻപ് തന്നെ ഇവിടെ കയറി അറ്റാക്ക് ചെയ്ത് ആ കെമിക്കൽ കോമ്പൗണ്ടിനെ ഇവിടെ അറ്റാക്ക് ചെയ്യുന്നതിൽ നിന്ന് തടയുക, എന്നിട്ട് നമ്മുടെ രോഗം ഭേദമാക്കുക. അതാണ് ആൻറ്റഗോണിസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? എന്നാൽ റിസപ്റ്റർ സൈറ്റിൽ ഒരു കെമിക്കൽ കോമ്പൗണ്ട് അറ്റാക്ക് ചെയ്യുന്നില്ല. അതുകൊണ്ട് പല പ്രോസസ്സും പതിയെ നടക്കുന്നുള്ളൂ. അപ്പം നമ്മളൊരു മെഡിസിൻ കഴിക്കും. അയാൾ മറ്റവൻ ചെയ്യാത്ത പണി അവൻ്റെ ജോലി ഇവിടെ ചെയ്തു കൊടുക്കും. അവരെയാണ് നമ്മൾ അഗോണിസ്റ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് ഐഡിയ. മനസ്സിലായി കാണാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 28. The term broad spectrum antibiotic means bactericidal and bacteriostatic antibiotic ആണ് which kill or inhibit a wide range of gram positive and gram negative and gram positive bacteria, which kill or inhibit all types of gram positive bacteria. ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. അത് ആൻഡ് എന്ന് എഴുതിയിരിക്കുന്നതുകൊണ്ടാണ്. ഓർ എന്നാണ് ഇട്ടിരുന്നെങ്കിൽ അത് നാരോ സ്പെക്ട്രം ആയനെ. which kill or inhibit a wide range of gram negative or gram positive bacteria എന്ന് എഴുതിയിരുന്നെങ്കിൽ അത് നാരോ സ്പെക്ട്രം ആയനെ. മനസ്സിലായോ? ഇത് രണ്ടുപേർക്കും ഏത് എന്താണ് ഗ്രാം പോസിറ്റീവ് ആവട്ടെ ഗ്രാം നെഗറ്റീവ് ആവട്ടെ രണ്ട് കേസിലും അത് ഉപയോഗിക്കാവുന്നതാണ്. Question number 29. The main constituents of Dettol are. Dettol the main constituents. Your time starts now. Option D, chlorosilinol and terpineol. Very good. Okay. And next, question number 30. The use of aspartame is limited to cold foods and drinks because artificial sweeteners എന്ന് പറഞ്ഞൊരു ടോപ്പിക് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. The use of aspartame എന്താണ് പ്രത്യേകത? It is unstable to heat and decompose at cooking temperature എന്ന് നിങ്ങളുടെ NCERT ബുക്കിൽ എഴുതിയിട്ടുണ്ട്. കണ്ടിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ, ശരി. ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. വാട്ട് ഈസ് ദ പ്രോബ്ലം? എന്തോ അതെ, അതായത് റേഷ്യോ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. 550 ടൈംസ് ആണോ 600 ടൈംസ് ആണോ 2000 ടൈംസ് ആണോ എന്നുള്ളതല്ലേ? അത് അങ്ങനെ ആക്ച്വലി നമ്മൾ നേരത്തെയൊക്കെ കുട്ടികളുടെ അടുത്ത് പഠിക്കാൻ പറയാറുണ്ട്.
കെമിസ്ട്രി എവറിഡേ ലൈഫ് പഠിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും പറയാറുണ്ട്. അതായത് പിന്നെ എന്താണ് ഇപ്പോൾ സാക്കറിൻ ഈസ് എബൌട്ട് 550 ടൈംസ് മോർ എന്താണ് സ്വീറ്ററാണ് അല്ലേ. അസ്പാർട്ടൈം 600 ടൈംസ് ആണെന്ന് തോന്നുന്നു. മൊണാലിൻ 2000 ടൈംസ് ആണെന്ന് തോന്നുന്നു. അതുപോലെ സൂക്രലോസ് ഉണ്ട്. സൂക്രലോസിൻ്റെ ഞാൻ മറന്നു എത്രയാണെന്ന്. സൂക്രലോസിൻ്റെത് 600, സാക്കറിൻ്റെത് 550, അസ്പാർട്ടൈം 100 ടൈംസ്, അലിട്ടൈം 2000, മൊണാലിൻ എൻ്റെ അത് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ 4 പേരുടെ നമ്പർ ഓഫ് ടൈംസ് ഒന്ന് പഠിച്ചാൽ നല്ലത്. കാരണം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ എന്ന് ചോദിക്കുന്നിടത്ത് സാക്കറിൻ ഈസ് 550 ടൈംസ് എന്നതിന് പകരം അസ്പാർട്ടൈം ഈസ് an artificial sweetener which is 550 times more sweeter than sucrose എന്ന് എഴുതിയാൽ ആ സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ നമ്മൾ മനസ്സിലാവാതെ പോകും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് പഠിച്ചാൽ നല്ലത്. ഇറ്റ് ഈസ് 500 times sweeter than cane sugar. തെറ്റാണ്, 100 times ആണ്. ശരിയല്ലേ? അല്ല എന്ന് പറഞ്ഞാൽ സാക്കറിൻ ഓർത്തോസൾഫോബെൻസിനമൈഡ് എന്നുള്ളൊരു കോമ്പൗണ്ടാണ്. സൂക്രലോസ് എന്ന് പറഞ്ഞാൽ സൂക്രോസിൻ്റെ ട്രൈക്ലോറോ ഡെറിവേറ്റീവാണ് സൂക്രലോസ് എന്ന് പറയുന്നത്. അപ്പം അതിൽ ആരാണ് മോർ എന്താണ് ഇഫക്റ്റീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? സൂക്രലോസ് ആണ്. 600 ടൈംസ് ആണ്. മറ്റത് 550 ടൈംസ് ആണ്. വിച്ച് ഈസ് അല്ല ഇപ്പം വേണമെങ്കിൽ നമുക്ക് അസ്പാർട്ടൈം, പിന്നെ അലിട്ടൈം, പിന്നെ സൂക്രലോസ്, അതുപോലെ പിന്നെ ആര് സാക്കറിൻ, പിന്നെ സൂക്രോസ് പഞ്ചസാര. ഈ 5 പേരെ തന്നിട്ട് അറേഞ്ച് ഇൻ ദ ഓർഡർ ഓഫ് സ്വീറ്റനിങ് പവർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അലിട്ടൈമാണ് ഏറ്റവും ബിഗ്ഗസ്റ്റ്. അപ്പോൾ അവിടെ നമ്പർ ഇല്ല എങ്കിലും ആക്ച്വലി എന്താണ് ആ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണല്ലോ നമ്മളത് പഠിച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഞാൻ പഠിക്കാൻ നിർബന്ധിക്കുന്നില്ല. ഈ എന്താണ് ഇഫ് ടൈം പെർമിറ്റ്സ് എങ്കിൽ പഠിച്ചോളൂ എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, ശരി. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 31. What is the problem faced while using alitame as an artificial sweetener? നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. പിന്നെ ടാബ്ലറ്റ് കുളത്തിന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അലിട്ടൈം ഇറ്റ് ഈസ് ഹൈ പൊട്ടൻസി സ്വീറ്റ്നർ ഓൾദോ ഇറ്റ് ഈസ് മോർ സ്റ്റേബിൾ ദാൻ അസ്പാർട്ടൈം ദ കൺട്രോൾ ഓഫ് സ്വീറ്റ്നസ് ഓഫ് ഫുഡ് ഈസ് ഡിഫിക്കൽട്ട് വൈൽ യൂസിങ് ഇറ്റ് എന്ന് പറഞ്ഞാൽ അല്പം ഇട്ടാൽ തന്നെ 2000 ടൈംസ് ഒക്കെയാണ് പഞ്ചസാരയേക്കാളും ഇതാവുന്നത്. അപ്പോൾ അത് അതിൻ്റെ എന്താണ് അത് കൺട്രോൾ ചെയ്യാൻ നമുക്ക് ഡിഫിക്കൽട്ടായിരിക്കും. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു കൺട്രോൾ ദ സ്വീറ്റ്നസ് ഓഫ് ഫുഡ് വൈൽ യൂസിങ് ഇറ്റ്. സോ വിച്ച് ഓപ്ഷൻ ഈസ് ദ റൈറ്റ് ആൻസർ? Option C. Okay, that's good. Then question number 32 നേരെ എന്താണ് ഡിറ്റർജൻസിലേക്ക് പോവുകയാണ്. ഡിറ്റർജൻറ്റ് CS3 CS2 10 times CS2O SO3 minus Na+. അതെന്തെന്ന് അറിഞ്ഞുകൂടെങ്കിലും ഒരു കുഴപ്പവുമില്ല. Na+ എന്നൊരു പാർട്ട് അതിനകത്തുണ്ട്. ബാക്കി ഇപ്പുറത്ത് കാണുന്നത് ഓർഗാനിക് പാർട്ടിനോടൊപ്പം SO4- ഇരിക്കുന്നതാണ്. SO3- തന്നെയാണ് SO4-. ഓക്കെ, സോഡിയം ലോറൈൽ സൾഫേറ്റ് എന്നാണത്. അത് ആക്ച്വലി ഞാനിപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല. നിങ്ങൾ ആദ്യം കുറച്ചുകൂടെ നന്നായിട്ട് പഠിച്ചിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഇനി വീണ്ടും ഡിസ്കഷൻസ് വരുന്നുണ്ടല്ലോ, അതിനകത്ത് വരും. ഓക്കെ, അപ്പോൾ അതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഓർഗാനിക് പാർട്ടിനോടൊപ്പം ഇരിക്കുന്ന പാർട്ടിന് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. നെഗറ്റീവ് ആണെങ്കിൽ അയാൾ അനയോണിക് ഡിറ്റർജൻറ്റ്, പോസിറ്റീവ് ആണെങ്കിൽ അയാൾ കാറ്റോണിക് ഡിറ്റർജൻറ്റ്. ദാറ്റ്സ് ഓൾ. ക്ലിയർ? അപ്പോൾ അനയോണിക് ഡിറ്റർജൻ്റ് ആണ് എ എന്ന് പറയുന്ന ആൾ. കറക്റ്റ് അല്ലേ? ഓപ്ഷൻ ബി നോക്കൂ. ഓപ്ഷൻ ബി ആണ് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിലുള്ള ഒരേ ഒരു കാറ്റോണിക് ഡിറ്റർജൻറ്റ്. സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്. ആ സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ് ഈസ് എ കാറ്റോണിക് ഡിറ്റർജൻറ്റ്. പിന്നെ അടുത്തുണ്ട് CH3 CS2 16 times COO CH2 CH2O n times CS2 CS2OH. Sir, it is not polar. അവിടെ polar part ഇല്ല. So it is non-ionic detergent. അടുത്തെന്താ? C15 H35 COONA. It is ionic. അവിടെ Na+, C15 H35 COO- എന്ന് നമുക്കതിനെ സ്പ്ലിറ്റ് ചെയ്ത് എഴുതാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഓർഗാനിക് പാർട്ട് നെഗറ്റീവാണ്, അയാൾ അനയോണിക്കാണ്. അതെ, അയാൾ അതുകൂടാതെ സോപ്പും കൂടെയാണ്. ശരിയല്ലേ?
സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് എന്ന് വിളിക്കുന്ന പേരാണ് സോപ്പ്. ശരിയല്ലേ? ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ എന്തുകൊണ്ട് സോപ്പ് ആയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സോഡിയം സാൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ് അല്ല, അതുകൊണ്ടാണ് അയാൾ സോപ്പ് ആവാത്തത്. ഓക്കെ, അതൊരു സാൾട്ടാണ്, ഇതും സാൾട്ട് തന്നെയാണ്. അത് എന്താണ് ലോറൈൽ ആൽക്കഹോളും സൾഫ്യൂരിക് ആസിഡൊക്കെ കൂടിച്ചേർന്ന് വന്നതാണ്. അപ്പോൾ ആക്ച്വലി അത് എന്താണ് കാർബോക്സിലിക് ആസിഡിൻ്റെ ഹയർ ഫാറ്റി ആസിഡുകളുടെ സോഡിയം സാൾട്ട് അല്ലെങ്കിൽ പൊട്ടാസ്യം സാൾട്ടിനെയാണ് നമ്മൾ സോപ്പ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റൈറ്റ് ആൻസർ എന്താണ് വന്നത്? ഒന്നാമത്തെ ആൾ എന്താണ് അനോണിക് ആണ്. അപ്പോൾ A4 വരുന്ന ഒരു ഓപ്ഷനേ ഉള്ളൂ, ബാക്കി നിങ്ങൾക്ക് അറിയാം. Question number 33. The main difference between bathing and washing soap is, bathing soaps are potassium salt of fatty acid ആണോ? സോഡിയം സോപ്പുകൾ ഹാർഡ് സോപ്പാണ്, ബേണിംഗ് ഇഫക്റ്റ് ഉണ്ടാക്കും, നമ്മൾക്ക് വാഷിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. പൊട്ടാസ്യം സോപ്പുകൾ അല്പം സോഫ്റ്റ് ആണ്, നമുക്ക് ബാത്തിങ്ങിന് ഉപയോഗിക്കും. ബാത്തിങ് സോപ്സ് ആർ പൊട്ടാസ്യം സാൾട്ട്സ് ഓഫ് ഫാറ്റി ആസിഡ്സ് വൈൽ വാഷിംഗ് സോപ്സ് ആർ സോഡിയം സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്. ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതും എന്താണ് നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. Question number 34. Name an artificial sweetener which is a derivative of sucrose. സൂക്രോസിൻ്റെ ക്വസ്റ്റ്യൻ ആണല്ലേ. നെയിം ആൻ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ വിച്ച് ഈസ് എ ഡെറിവേറ്റീവ് ഓഫ് സൂക്രോസ്. സിമ്പിൾ ക്വസ്റ്റ്യൻ, പറഞ്ഞോളൂ. സുക്രലോസ്. കൺഫ്യൂസിങ് ആക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് സൂക്രോബെൻസമൈഡ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത്. അത് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എന്നാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു പേരാണ്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 30. അടുത്തത് 35 അല്ലേ. അസ്പാർട്ടൈം ദ ആർട്ടിഫിഷ്യൽ sweetener is made up of a dipeptide made of amino acids. NCERT ബുക്കിലുണ്ട്. അസ്പാർട്ടൈം ഒരു അസ്പാർട്ടിക് ആസിഡും പിന്നെ ഫിനൈൽ അലാനിൻ. അസ്പാർട്ടൈം നിങ്ങളുടെ എന്താണ് NCERT ടെക്സ്റ്റ് ബുക്കിൽ ആ ടാബുലാർ കോളത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അസ്പാർട്ടൈമിൻ്റെ താഴെ അസ്പാർട്ടിക് ആസിഡിൻ്റെ പാർട്ടെന്നും ഫിനൈൽ അലാനിൻ്റെ പാർട്ടെന്നും ആ ടാബ്ലർ കോളത്തിൽ തന്നെ ഉണ്ട്. ശരിയല്ലേ? അതുപോലെ അസ്പാർട്ടിക് ആസിഡിൻ്റെ COOH പാർട്ടും ഫിനൈൽ അലാനിൻ്റെ എന്താണ് പിന്നെ NH2 H ആണ് അവിടെ നിന്ന് എന്താണ് വാട്ടർ മോളിക്യൂളായിട്ട് പോകുന്നത്. ഓക്കെ, അതൊരു ഡൈപെപ്റ്റൈഡ് ആണ്, അവരുടെ അമൈഡ് ലിങ്കേജ് ആണ് ഉണ്ടാകുന്നത്, പെപ്റ്റൈഡ് ലിങ്കേജ് ആണത് എന്ന് മനസ്സിലാക്കാം. അല്ലെങ്കിൽ അസ്പാർട്ടൈം എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അസ്പാർട്ടൈമിൽ അസ്പാർട്ടിക് ആസിഡ് ഉണ്ട്. ആദ്യം അസ്പാർട്ടിക് ആസിഡിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം ആരെ പറ്റിയാണോ പറഞ്ഞിരിക്കുന്നത് അയാളുടെ COOH ആണ് റിയാക്ഷനിൽ പങ്കെടുത്തതെന്നാണ് ആക്ച്വൽ മീനിങ്. ഓക്കെ. Now question number 36. Which of the following is not used as a food preservative? Okay. സോഡിയം സാൾട്ട് ഓഫ് ബെൻസോയിക് ആസിഡ് ഫുഡ് പ്രിസർവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കുമെന്ന് നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. സോഡിയം സാൾട്ട് ഓഫ് സോർബിക് ആസിഡ് ആൻഡ് പ്രൊപ്പനോയിക് ആസിഡ് ആർ ഓൾസോ യൂസ്ഡ് ആസ് ഫുഡ് പ്രിസർവേറ്റീവ് നിങ്ങളുടെ ബുക്കിൽ എഴുതിയിട്ടുണ്ട്. സോഡിയം സാൾട്ട് ഓഫ് പാമിറ്റിക് ആസിഡ് എന്ന് പറഞ്ഞാൽ സോപ്പാണ്. സോപ്പ് ഒരു ഫുഡ് പ്രിസർവേറ്റീവ് അല്ല, അല്ലേ? Question number 37. Refrigeration helps in food preservation by. ഓക്കെ, അതായത് നമ്മൾ മൈക്രോ ഓർഗാനിസങ്ങളൊക്കെ ഓപ്ഷൻ ബി. അതായത് അവിടെ ബയോകെമിക്കൽ പ്രോസസ്സ് നടക്കുന്നുണ്ട്. ബയോകെമിക്കൽ പ്രോസസ്സുകളുടെ സ്പീഡ് ടെമ്പറേച്ചർ കുറഞ്ഞാൽ കുറയും. അതുകൊണ്ടാണ് റെഫ്രിജറേഷൻ നടക്കുന്ന സമയത്ത് അത് സ്പീഡ് വളരെ സ്ലോ ആയിരിക്കുന്നത്. ഓക്കെ, അടുത്ത് എന്താണ് എ ഡ്രഗ് വിച്ച് ഈസ് ഇഫക്റ്റീവ് ഇൻ ക്യൂറിങ് മലേറിയ ആണ്. ആക്ച്വലി എന്താണ് അതിനകത്ത് ഓപ്ഷൻ ബി. നിങ്ങൾ ഡിസീസസ് ആൻഡ് എന്ന് പറഞ്ഞ് ബയോളജിയിൽ പഠിച്ചിട്ടുണ്ടോ? അത് ക്യുനൈൻ്റെ കാര്യമൊക്കെ. മലേറിയയുടെ ഓക്കെ ശരി. എന്ന് പറഞ്ഞാൽ എന്താണ് ഈ പറഞ്ഞതുപോലെ ഈ ചാപ്റ്ററിൽ അത് എഴുതിയിട്ടില്ല. അപ്പം ഞാൻ എന്തിനാണ് ഈ ക്വസ്റ്റ്യൻ എടുത്തത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. അടുത്ത് എന്താണ് ക്യുനൈൻ ഈസ് ദ റൈറ്റ് ആൻസർ. മോർഫിൻ അനാൾജസിക് ആണ്. അനാൾജിൻ അനാൾജസിക് ആണ്. ആസ്പിരിൻ എന്താണ്
ആസ്പിരിൻ അനാൽജസിക്കും ആൻറ്റിപൈററ്റിക്കുമാണ്. അതിൽ നിന്ന് പോലും ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. ഓക്കെ, അടുത്തത് ക്വസ്റ്റ്യൻ, ആൻ എസ്റ്റർ വിച്ച് ഈസ് യൂസ്ഡ് ആസ് എ മെഡിസിൻ. എന്താണ്? സലോൾ. അതെ, സലോൾ. മീഥൈൽ സാലിസിലേറ്റ്, അത് മീഥൈൽ സാലിസിലേറ്റ് മെന്തോൾ അല്ലേ? ഓക്കെ, മെഡിസിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, മീഥൈൽ സാലിസിലേറ്റ്. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ക്വസ്റ്റ്യൻ നമ്പർ 40. ആസ്പിരിൻ ഈസ് ബോത്ത് അനാൽജസിക് ആൻഡ് ആൻറ്റിപൈററ്റിക്. കറക്റ്റ് ആണല്ലോ. ആംഫിസിലിൻ ഈസ് എ നാച്ചുറൽ ആൻറ്റിബയോട്ടിക്. കറക്റ്റ് അല്ല, അത് സിന്തറ്റിക് ആണ്. കാരണം പെൻസിലിൻ നിന്ന് ഉണ്ടാക്കുന്നതാണ് ആംഫിസിലിൻ. ഓക്കെ, ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ സൽവാർസൻ ഈസ് ടോക്സിക് ടു ഹ്യൂമൻ ബീയിങ്സ്. ശരിയാണ്, കാരണം സൽവാർസനകത്ത് ആഴ്സനിക്കാണുള്ളത് അല്ലേ? നിങ്ങൾ പഠിച്ചില്ലേ ആൻറ്റിബയോട്ടിക് പഠിച്ചപ്പോൾ? അതിനകത്തുണ്ട്. അതെ, പക്ഷെ എന്താണ്, ടോക്സിക് ഇഫക്റ്റ് ആണ്. സൽവാർസൻ ആൻറ്റിബയോട്ടിക്കാ. ഫസ്റ്റ് ഡിസ്കവേർഡ് ആണ് സൽവാർസൻ. അതെ, ടോക്സിക് ടു ഹ്യൂമൻ ബീയിങ് ആണ്. അതുകൊണ്ടാണ് അതിന് സിമിലാരിറ്റി ഉള്ള അടുത്ത ആൾ പ്രോണ്ടോസിൽ കണ്ടുപിടിക്കപ്പെട്ടത്. ആ പ്രോണ്ടോസിൽ കണ്ടുപിടിച്ചതിന് ശേഷം പ്രോണ്ടോസിൽ നമ്മുടെ ബോഡിയിൽ പോയിട്ട് സൾഫണമൈഡായിട്ട് മാറും. സൾഫണമൈഡാണ് മൈക്രോ ഓർഗാനിസങ്ങളെ കില്ല് ചെയ്യുന്നത് മനസ്സിലാക്കാൻ പറ്റി. എന്നിട്ട് അതിനെ ബേസ് ചെയ്ത് സൾഫർ ഡ്രഗ്സ് എന്ന് പറഞ്ഞൊരു കാറ്റഗറി ഉണ്ടാക്കി. അങ്ങനെയാണ് അടുത്ത ആൻറ്റിബയോട്ടിക്സ് എല്ലാം വരുന്നത്. അതിനുശേഷമാണ് പെൻസിലിനൊക്കെ വരുന്നത്. ഓക്കെ, ആദ്യം വരുന്നത് എന്താണ്, ഇയാളാണ്. എന്താണ്, ഈ സൽവാർസനാണ്. സൽവാർസൻ ഉണ്ടാക്കിയ ആളിനെ പറ്റിയൊക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ പോൾ എർളിച്ച്, നൊബേൽ പ്രൈസ് വിന്നിങ് ആണ്. ആഴ്സ് ഫിനാമിൻ എന്നാണ് അതിൻ്റെ മറ്റൊരു പേര്. സൽവാർസൻ എന്നും വിളിക്കും. ആഴ്സനിക്കുണ്ട്. ആഴ്സനിക്ക് പോയ്സൺ ആണ്, നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടാണ് ടോക്സിക് ആയത്. ഓക്കെ, എല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ളതാ. അല്ലെങ്കിൽ എനിക്ക് ഈ ഡ്രഗ്സിനെ പറ്റി ഇത്രയും കാര്യങ്ങൾ എന്നെ കൊണ്ട് പറയാൻ പറ്റൂല. അതായത് ഇതെല്ലാം എന്താണ് ഞാൻ പഠിച്ചപ്പോഴും അല്ലെങ്കിൽ പിന്നീട് പഠിപ്പിക്കാൻ വേണ്ടി പഠിച്ചപ്പോഴും ഒക്കെ NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്ത് ഞാൻ മനസ്സിലാക്കിയതാണ്. അല്ലാതെ അതിനെപ്പറ്റിയുള്ള ഒരു ഭയങ്കര വിശാലമായ ഐഡിയകൾ ഡോക്ടർ പറയുന്നത് പോലെ അല്ലെങ്കിൽ ബയോളജിക്കാർ ഡിസീസസും അതിൽ പറയുന്നത് പോലെ ഒന്നും പറയാൻ നമ്മളെ കൊണ്ട് പറ്റണമെന്നില്ല കെമിസ്ട്രിക്കാർക്ക്. പക്ഷേ ഈ ഐഡിയകളെല്ലാം ടെക്സ്റ്റ് ബുക്ക് വായിച്ചെന്ന് കിട്ടിയതാണ്. ഓക്കെ, ശരി. അടുത്തത് ക്വസ്റ്റ്യൻ നമ്പർ 41. എന്താ? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? ഓക്കെ, ആസ്പിരിൻ ഈസ് ബോത്ത് അതല്ല ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആൻറ്റിബയോട്ടിക്? അതല്ലേ ക്വസ്റ്റ്യൻ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആൻറ്റിബയോട്ടിക്? ക്ലോറാംഫെനിക്കോൾ. 40യുടെ ആൻസർ എന്തായിരുന്നു? ആംഫിസിലിൻ ഈസ് നാച്ചുറൽ ആൻറ്റിബയോട്ടിക്. അത് തെറ്റല്ലേ മക്കളെ? ആംഫിസിലിൻ ഈസ് എ സിന്തറ്റിക് ആൻറ്റിബയോട്ടിക്. ഞാൻ പറഞ്ഞായിരുന്നു. ഓക്കെ, സം ഡിസിൻഫെക്റ്റൻസ് ആർ യൂസ്ഡ് ആസ് ആൻറ്റിസെപ്റ്റിക്സ് ഇൻ ലോവർ കോൺസെൻട്രേഷൻ. അതും കറക്റ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 41. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആൻറ്റിബയോട്ടിക്? ക്ലോറാംഫെനിക്കോൾ ഈസ് ആൻ ആൻറ്റിബയോട്ടിക്. ഒഫ്ലാക്സോക്സിൻ ഈസ് ആൻ ആൻറ്റിബയോട്ടിക്. പെൻസിലിൻ ഈസ് ആൻ ആൻറ്റിബയോട്ടിക്. പ്രോണ്ടോസിൽ നിങ്ങൾ കൺഫ്യൂഷൻ പറയുന്നതാണ് ഞാൻ പ്രതീക്ഷിച്ചത്. അപ്പോൾ ആക്ച്വലി നിങ്ങൾ പ്രോണ്ടോസിൽ കേട്ടിട്ടില്ല. സൽവാർസൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിനകത്ത് AS ഡബിൾ ബോണ്ട് AS ലിങ്കേജ് എന്നാണ് നിങ്ങളുടെ NCERT ബുക്കിൽ എഴുതിയിരിക്കുന്നത്. ആഴ്സനിക് AS ഡബിൾ ബോണ്ട് AS. അതുപോലെ N ഡബിൾ ബോണ്ട് N ലിങ്കേജ് വരുന്ന ആളാണ് ഈ പ്രോണ്ടോസിൽ എന്ന് പറയുന്നത്. അതിനെയാണ് പിന്നീട് എന്താണ് സ്ട്രക്ചറൽ സിമിലാരിറ്റിയൊക്കെ ഉണ്ട്. സൽവാർസന് സിമിലാരിറ്റി ഉള്ള ആളിനെയൊക്കെ ഉണ്ടാക്കിയെടുത്ത് പ്രോണ്ടോസിൽ. പിന്നീട് മനസ്സിലായി പ്രോണ്ടോസിൽ അല്ല ആൻറ്റിബയോട്ടിക്. പ്രോണ്ടോസിൽ എന്താണ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്തതിന് ശേഷം ഡീകമ്പോസ് ചെയ്തിട്ട് ഒരു സൾഫർ ഡെറിവേറ്റീവായിട്ട് മാറും. ആ സൾഫർ ഡെറിവേറ്റീവാണ് ആക്ച്വലി ആക്റ്റീവ് കോമ്പൗണ്ട് എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ബാക്കി അതിനെ ബേസ് ചെയ്ത് എന്തുകൊണ്ട് നമ്മൾ ഇനി പ്രോണ്ടോസിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല, അതിന് പകരം ഈ സൾഫർ ഡ്രഗുകൾ ഉപയോഗിച്ചാൽ മതിയെന്ന് മനസ്സിലാക്കി. അപ്പോൾ ആക്ച്വലി പ്രോണ്ടോസിലല്ല, അതിൽ നിന്നുണ്ടാകുന്ന സൾഫർ ഡെറിവേറ്റീവ്സ് ആണ് പിന്നെ ആക്ച്വലി ആൻറ്റിബയോട്ടിക്. അതുകൊണ്ടാണ് ഇതിൻ്റെ ആൻസർ പ്രോണ്ടോസിൽ വരുന്നത്. ഓക്കെ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്ന ടോപ്പിക്ക് ഫുള്ളൊന്ന് വായിക്കണം, വീണ്ടും വായിക്കണം. ഓക്കെ, അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ അടുത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ആൻറ്റിബയോട്ടിക് ഈസ്
ബാക്ടീരിയസൈഡൽ എന്നാണ്. ബാക്ടീരിയസൈഡൽ, ബാക്ടീരിയോസ്റ്റാറ്റിക്. പെൻസിലിൻ, അമിനോഗ്ലൈക്കോസൈഡ്, ഒഫ്ലാക്സാസിൻ ഇവരാണ് ബാക്ടീരിയസൈഡൽ. ഓക്കെ, അത് മൂന്നുമെങ്കിലും പഠിക്കുക. ഞാൻ വീണ്ടും പറയാം ആരൊക്കെയാണ്. പെൻസിലിൻ, അമിനോഗ്ലൈക്കോസൈഡ്സ്, ഒഫ്ലാക്സാസിൻ. അപ്പോൾ ഇതിനകത്ത് എറിത്രോമറൈസിനുണ്ട്, ടെട്രാസൈക്ലിനുണ്ട്, ക്ലോറാംഫിനിക്കോളുണ്ട്. അവർ മൂന്നുപേരും ബാക്ടീരിയോസ്റ്റാറ്റിക് ആണ്. പെൻസിലിൻ മാത്രമാണ് ബാക്ടീരിയസൈഡൽ. ക്ലിയർ? Question number 43. The antibiotic which is effective against certain strains of cancer cell. നിങ്ങൾ പറയാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. Certain strains of cancer cell. അതാണ് ലിമിറ്റഡ് സ്പെക്ട്രം ആൻറ്റിബയോട്ടിക്. ഓർമ്മയുണ്ടെങ്കിൽ പറയാം. നാരോ എന്ന് പറഞ്ഞാൽ ഗ്രാം പോസിറ്റീവ് ഓർ ഗ്രാം നെഗറ്റീവിനെതിരെ. രണ്ടിനെതിരെയാണെങ്കിൽ ബ്രോഡ് സ്പെക്ട്രം. ലിമിറ്റഡ് സ്പെക്ട്രം മീൻസ് എ പർട്ടിക്കുലറിനെതിരെ ആയിട്ടാണ്. അതാണ് ലിമിറ്റഡ് സ്പെക്ട്രം. ഡൈസിഡാസിറിൻ നിങ്ങളുടെ എൻ സി ആർ ടി ബുക്കിലുണ്ടോ? ഡൈസിഡാസിറിൻ എൻ സി ആർ ടെക്സ്റ്റ് ബുക്ക് അതിലുണ്ടെങ്കിൽ ക്ലോറാംഫിനിക്കോളിൻ്റെയും പെൻസിലിൻ്റെയും ഫിഗർ കൊടുത്തിരിക്കുന്നത് തൊട്ടുമേൽ എഴുതിയിട്ടുണ്ട്. ദ ആൻറ്റിബയോട്ടിക് ഡൈസിഡാസിറിൻ ഈസ് സപ്പോസ്ഡ് ടു ബി ടോക്സിക് ടുവേർഡ്സ് സർട്ടൻ സ്ട്രെയിൻസ് ഓഫ് ക്യാൻസർ സെൽസ്. കണ്ടോ ആ എൻ സി ആർ ടി സെൻറ്റൻസ്? ഓക്കെ, ഇനി എന്നാണാവോ അത് പഠിക്കുന്നത്? കണ്ടാൽ മാത്രം പോരാ, ദയവായി പഠിക്കൂ. Question number 44. Which of the following is not a correct statement? Transparent soaps are made of dissolving the soap in ethanol and then evaporating excess solvent. അത് കറക്റ്റാണ്. ട്രാൻസ്പാരൻറ്റ് സോപ്പ് ഉണ്ടാക്കുന്നത് നമുക്കറിയാം, പിയേഴ്സ് ഒക്കെ, അല്ലെങ്കിൽ ഇപ്പോഴും എല്ലാവരും അത് ഉണ്ടാക്കുന്നുണ്ട്. അത് ആ ട്രാൻസ്പാരൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് അതിനെ ആൽക്കഹോൾ ഡിസോൾവ് ചെയ്തിട്ട് ഇവാബറേറ്റ് ചെയ്യും. സോപ്സ് ദാറ്റ് ഫ്ലോട്ട് ഇൻ വാട്ടർ ആർ മെയ്ഡ് ബൈ ബീറ്റിംഗ് ടൈനി എയർ ബബിൾസ് ബിഫോർ ദെയർ ഹാർഡനിങ്. ഹാർഡാക്കുന്നതിന് മുമ്പ് അതിനകത്ത് ഒരുപാട് എയർ ബബിൾസ് കയറ്റിവിടും. എയർ ബബിൾസ് കയറ്റിവിടുന്നതുകൊണ്ട് അതിൻ്റെ ഡെൻസിറ്റി കുറവായിരിക്കും. അതാണ് ഫ്ലോട്ടിംഗ് സോപ്പ് ഉണ്ടാക്കുന്നത്. ദ മെഡിക്കേറ്റഡ് സോപ്സ് കണ്ടെയ്ൻ glycerol to prevent rapid drying എന്നാണ് എൻ സി ആർ ടി സെൻറ്റൻസ്. ഗ്ലിസറോൾ ഈസ് ആക്ച്വലി ആൻ ആൽക്കഹോൾ. പക്ഷേ ക്വസ്റ്റ്യൻ എഴുതിയത് മെഡിക്കേറ്റഡ് സോപ്സ് കണ്ടെയ്ൻ ആൽക്കഹോൾ കൊണ്ട് പൊതുവെ ഉദ്ദേശിക്കുന്ന എഥനോൾ എന്നാണ്. അതുകൊണ്ടാണ് ആ സെൻറ്റൻസിനെ എന്താണ് കറക്റ്റ് ഓപ്ഷനായിട്ട് ഇതിൽ ഇട്ടിരിക്കുന്നത്. കേട്ടോ, മെഡിക്കേറ്റഡ് സോപ്സ് കണ്ടെയ്ൻ ഗ്ലിസറോൾ ടു പ്രിവെൻറ്റ് റാപ്പിഡ് ഡ്രൈയിങ്. വേഗം ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഷേവിങ് സോപ്പിൽ ഉപയോഗിക്കുന്നതാണ് ആക്ച്വലി ഈ പറഞ്ഞത്. മനസ്സിലായോ? Potassium soaps are soft to the skin skin than sodium soap. കറക്റ്റ് ആണ്. Question number 45. Alitame ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നർ ആണ് അല്ലേ? ഐഡോഫോം ഒരു ആൻറ്റിസെപ്റ്റിക് ആണ്. ഐഡോഫോമിൽ ആൻറ്റിസെപ്റ്റിക് ആക്ഷൻ ഉള്ളത് ആർക്കാണ്? അയോഡിനാണ് എന്ന് നിങ്ങൾ എൻ സി ആർ ടി ബുക്കിൽ എഴുതിയിട്ടുണ്ട്. ഐഡോഫോമിനല്ല, അത് ഡീകമ്പോസ് ചെയ്ത് കിട്ടുന്ന ഐഡിനാണ് ആക്ച്വലി ആൻറ്റിസെപ്റ്റിക് ആക്ഷൻ ഉള്ളത്. പ്രോണ്ടോസിൽ ആരാണ്? ആൻറ്റി ബാക്ടീരിയൽ ഏജൻ്റ് ആണ്. ഓക്കെ, ടെർഫിനാഡിൻ എന്താണ്? നേരത്തെ പഠിച്ചു. ടെർഫിനാഡിൻ്റെ മറ്റൊരു പേര് ഓർമ്മയുള്ളവർക്ക് പറയാം. ആരോ ഒരാൾ നോക്കിയിട്ട് നേരത്തെ പറഞ്ഞായിരുന്നു. സെൽഡെയിൻ. ആയിക്കോട്ടെ, അയാൾ ആൻറ്റി ഹിസ്റ്റമിനാണ്. ഓക്കെ ആണല്ലോ? ഓക്കെ. And the next question number 46. Which of the following compounds represents an analgesics? Analgesic താഴെ പറയുന്നതിൽ ഒന്നുകിൽ പാരസെറ്റമോൾ കാണും, അല്ലെങ്കിൽ ആസ്പിരിൻ കാണും. ഇതിലെന്താണുള്ളത്? അതിലേതാണ് എന്ന് നിങ്ങൾക്ക് തന്നെ പറയാം. ഓപ്ഷൻ എ എന്താ? ഓപ്ഷൻ എ 2-acetoxybenzoic acid. 2-acetoxybenzoic acid. 2-acetoxybenzoic acidന്റെ പേരാണ് എന്തോന്ന്? ആസ്പിരിൻ. ഓപ്ഷൻ എ is the right answer. ഓക്കെ, ഏതിൻ്റെ? ആസ്പിരിൻ്റെ അല്ലേ? ആസ്പിരിൻ്റെ ഇല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് റെപ്രസെൻറ്റ്സ് ആൻ അനാൽജസിക്? ഇത് ആക്ച്വലി ഡിഫിക്കൽട്ട് ഫിഗർ അല്ലല്ലോ. 2-acetoxy ബെൻസോയിക് ആസിഡ് അല്ലേ? വെരി സിമ്പിൾ അല്ലേ? ഫിനോളിൻ്റെ ഡെറിവേറ്റീവ് ആണ്. അതെ, ആസ്പിരിൻ. അതെ, അതുകൂടാതെ എന്താണ് കോപ്സ് റിയാക്ഷൻ കഴിഞ്ഞിട്ട് ഇത് എഴുതിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. എവിടെ? ഫീനോളിൽ
അവിടെ ഈ സ്ട്രക്ചർ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ഒന്ന് നോക്കിയാൽ അറിയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 47. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ആൻ ആൻറ്റി ഡിപ്രസൻറ്റ്? വേഗം പറയൂ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ അറിയാമായിരിക്കും. ആൻറ്റി ഡിപ്രസൻറ്റ് സൽവാർസൻ. ഓക്കെ, അയാൾ ആൻറ്റിബയോട്ടിക് ആണ്. Which is not true for a detergent molecule. It has a non-polar organic part and a polar group. ശരിയാണ്, ലെസ് പോളാർ ആയിട്ടുള്ള നോൺ പോളർ ഓർഗാനിക് ഗ്രൂപ്പ് ഉണ്ടാവാം, മറ്റതും ഉണ്ടാവാം. ഇറ്റ് ഈസ് നോട്ട് ഈസിലി ബയോ ഡീഗ്രേഡഡ്. അതും കറക്റ്റാണ്. കാരണം സോപ്പ് വെള്ളമൊക്കെ അത് അതുപോലെ തന്നെ കിടക്കും, ഡീഗ്രേഡ് ചെയ്ത് പോകത്തില്ല. അങ്ങനെ ഉള്ളതുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് എ സോഡിയം സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്. ഒരിക്കലും അല്ല. സോഡിയം സാൾട്ട് ഓഫ് ഫാറ്റി ആസിഡ്സ് ആർ കോൾഡ് സോപ്പ്. സോപ്പും ഡിറ്റർജൻറ്റും ഒന്നല്ല. ഡിറ്റർജൻറ്റ്സ് ആർ അനദർ ടൈപ്പ് ഓഫ് കോമ്പൗണ്ട്സ് വിച്ച് ക്യാൻ ഡു ദ ആക്ഷൻ ഓഫ് സോപ്പ്. അതാണ് കറക്റ്റ്. മനസ്സിലായ? സർഫസ് ആക്റ്റീവ് ആയിട്ടുള്ള റിയേജൻ്റ് ആണ്. അതാണ് സർഫ് എക്സൽ. കേട്ടിട്ടുണ്ടാവും സർഫൊക്കെ. സർഫസ് ആക്റ്റീവ് അവർ ഡിറ്റർജൻസ് ആണ്, നോട്ട് സോപ്പാണ്. അവർ സോപ്പ് പൊടി എന്നാണ് വീട്ടിൽ പറയാറ്. സോപ്പ് പൊടി അല്ല അത് ആക്ച്വലി ഡിറ്റർജൻറ്റ് പൗഡറാണ്. ഡിറ്റർജൻറ്റ് പൗഡറാണ്. ഓക്കെ, ആയിക്കോട്ടെ. അത് കഴിഞ്ഞിട്ട് അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 49. വാട്ട് ആർ ദ ഹൈഡ്രോളിസിസ് പ്രൊഡക്റ്റ് ഓഫ് ഗ്ലിസറൈൽ ഒലിയേറ്റ് ഡ്യൂറിങ് ദ പ്രിപ്പറേഷൻ ഓഫ് സോപ്പ്? സിമ്പിൾ, വെരി സിമ്പിൾ. ഇതിപ്പോൾ ഒരു ഫാറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഫാറ്റ് ട്രൈ എസ്റ്റർ ആണ്. ആ ട്രൈ എസ്റ്ററിനെ നമ്മൾ സോപ്പാക്കി മാറ്റുന്ന പ്രോസസ് സാപ്പോണിഫിക്കേഷൻ. അങ്ങനെ സാപ്പോണിഫിക്കേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഇക്വേഷൻ ഉണ്ടോ? ഇനി ഉണ്ടോയെന്ന് കണ്ടുപിടിക്കാൻ പോവുമായിരിക്കും. ഉണ്ട്, ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, ഉണ്ട്. C17H32 COON. അത് 3 കിട്ടും, കൂടെ ഗ്ലിസറോളും കിട്ടും. ഈ ഫാറ്റ് എന്ന് പറഞ്ഞാൽ ട്രൈ എസ്റ്റർ ഓഫ് ഗ്ലിസറോളാണ്. ഫാറ്റ് ട്രൈ എസ്റ്റർ ഓഫ് ഗ്ലിസറോളാണ്. ഗ്ലിസറോളിലെ CH2OH CHOH CH2OHലെ 3 OHകൾ ആസിഡുമായി കണ്ടൻസേഷൻ നടത്തി എസ്റ്ററായിട്ടിരിക്കുകയാണ്. അതാണ് ഫാറ്റ്. അതിനാണ് നമ്മൾ NaOH ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഹൈഡ്രോളൈസ് കിടക്കും. എന്നിട്ട് മറ്റേ പാർട്ട് COON ആയിട്ട് മാറും. അത് സോപ്പ്. ഇപ്പുറത്തെ H വരും, അത് ആൽക്കഹോൾ. ഇത് ഗ്ലിസറോളാണ് കിട്ടുക. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വിച്ച് ഈസ് ദ റൈറ്റ് ആൻസർ? C17H35 COON. അതാണ് ത്രൈസ്. അതായത് ഗ്ലിസറോളിലെ 3ലും 3 ഒലീക് ആസിഡിൻ്റെ പാർട്ട് വന്നിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 50. Identify the hydrophilic and hydrophobic part. Very simple. Hydrophilic means water loving. Hydrophobic means water hating. വലിയ ഓർഗാനിക് പാർട്ട് ഹൈഡ്രോഫോബിക്, ചാർജ് ഉള്ള പാർട്ട് ഹൈഡ്രോഫിലിക്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ C9 H19 പിന്നെ ബെൻസീൻ റിങ് അതെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഹൈഡ്രോഫിലിക് പാർട്ട് ഏത്, ഹൈഡ്രോഫോബിക് പാർട്ട് ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഈ C19 H19 ഒക്കെ വരുന്ന പാർട്ട് എന്തെന്നാണ്? ഹൈഡ്രോഫോബിക് പാർട്ടാണ്. അങ്ങേറ്റത് OH കണ്ടല്ലോ. OH വാട്ടറുമായിട്ട് ഹൈഡ്രജൻ ബോണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ആളാണ്. അത് ഹൈഡ്രോഫിലിക് പാർട്ടാണ്. മനസ്സിലായില്ലേ? മനസ്സിലായെന്നോ ഇല്ലെന്നോ? മനസ്സിലായി. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 51. Competitive inhibitors compete with the natural substrate for their attachment on the active sites of enzyme. Okay, competitive inhibitors compete with the natural substrate for their attachment on the active sites of enzymes. Correct or no? Competitive inhibitors compete with the natural substrate for the എൻസൈമുമായിട്ട് മത്സരിക്കും. എന്നിട്ട് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റേഴ്സ് പിന്നെ എന്താണ് സബ്സ്ട്രേറ്റുമായിട്ട് മത്സരിച്ച് സബ്സ്ട്രേറ്റ് അവിടെ അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പേ ഈ ഇൻഹിബിറ്റർ അറ്റാക്ക് ചെയ്യും. ഇൻ കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ ഇൻഹിബിറ്റർ ബൈൻഡ്സ് ടു അലോസറിക് സൈറ്റ് ഓഫ് ദ എൻസൈം. അല്ല ഇൻഹിബിറ്ററിന് 2 രീതിയിൽ അറ്റാക്ക് ചെയ്യാം. ഒന്ന്,
എന്താണ് ആക്റ്റീവ് സൈറ്റിൽ അറ്റാക്ക് ചെയ്യാം, മറ്റത് അലോസർ സൈറ്റിലും അറ്റാക്ക് ചെയ്യാം. കോമ്പറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ ഈ ഇൻഹിബിറ്റർ ആരുമായിട്ട് മത്സരിക്കുകയാണ്, സബ്സ്ട്രേറ്റുമായിട്ട് മത്സരിക്കുകയാണ്. അപ്പം സബ്സ്ട്രേറ്റ് പോകുന്നത് എവിടേക്കാണ് അവൻ പാഞ്ഞു പോകുന്നത്? ആക്റ്റീവ് സൈറ്റിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായല്ലേ? അപ്പോൾ സബ്സ്ട്രേറ്റ് എത്തുന്നതിന് മുമ്പേ ആക്റ്റീവ് സൈറ്റിൽ അറ്റാക്ക് ചെയ്യുന്ന ആളാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിറ്റർ. ഓക്കെ, അയാളെ അലോസറി സൈറ്റിലല്ല അറ്റാക്ക് ചെയ്യുക. മനസ്സിലായോ? അലോസറി സൈറ്റിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട് അവിടെ. ശരി. അടുത്ത് ക്വസ്റ്റ്യൻ നമ്പർ 52. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് അസേർഷൻ ട്രൂ ആണ്, ബട്ട് റീസൺ ഫോൾസ് ആണ്. ഓക്കെ. നെക്സ്റ്റ്, chemical messengers are received at the binding sites of the receptor protein. Chemical messengers are received at the അതെ റിസപ്റ്റർ പ്രോട്ടീനിലെ ആ റിസപ്റ്റേഴ്സിലെ ബൈൻഡിങ് സൈറ്റ്സിലാണ് നമ്മൾ എന്താണ് കെമിക്കൽ മെസ്സഞ്ചേഴ്സ് അറ്റാക്ക് ചെയ്യുക. കെമിക്കൽ മെസ്സഞ്ചർ ഗീവ്സ് മെസ്സേജ് ടു ദ സെൽ വിതൗട്ട് എൻറ്ററിങ് ദ സെൽ. അതെ, കറക്റ്റാണ്. പുറത്താണ് ഇത് ബൈൻഡ് ചെയ്യുക. പുറത്ത് ബൈൻഡ് ചെയ്യുമ്പോൾ സെല്ലിന് ഉള്ളിലാണ് ഷേപ്പ് ചേഞ്ച് ആവുകയും ഒരു എന്താണ് കോഡ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് സെല്ലിൻ്റെ ഉള്ളിലേക്ക് പാസ് ചെയ്യുകയും ചെയ്യുന്നത്. ഓക്കെ. ആ കെമിക്കൽ വന്നിട്ട് സെൽ മെംബ്രെയിനിലൂടെ കയറി ഉള്ളിലേക്ക് പോകുന്നില്ല. ഇറ്റ് ഓൺലി അറ്റാക്സ് ഓൺ ദ ബൈൻഡിങ് സൈറ്റ് ഓഫ് ദ റിസപ്റ്റർ ഓൺ ദ സെൽ മെംബ്രെയിൻ. അതാണ് നടക്കുക. ഓക്കെ. ബോത്ത് the assertion and reason are true and the reason is the correct explanation for assertion. Clear? Okay, sir. Question number 53. Examples of 3 detergents are given below. Mark the correct statement following the examples. Okay. അവിടെ CH3, CH2 10 times CH2OSO3 Na+. ഓക്കെ. ഒന്നാമത്തെ ആളുണ്ട്, അതുപോലെ രണ്ടാമത്തെ ആൾ എന്താണ് ഉണ്ട്, മൂന്നാമത്തെ ആളും ഉണ്ട്. ഓക്കെ. ഇനി mark the correct statement of the following example. 1 and 2 are non-biodegradable detergents and 3 is biodegradable. ആയിക്കോട്ടെ. അടുത്തത് 1 and 2 are biodegradable detergents and 3 is non-biodegradable. ഓക്കെ. ബ്രാഞ്ച്ഡ് ചെയിൻ വന്നു കഴിഞ്ഞാൽ നോൺ ബയോഡിഗ്രേഡബിൾ ആണ് കേട്ടോ. ബ്രാഞ്ച്ഡ് ചെയിൻ വന്നു കഴിഞ്ഞാൽ, ബ്രാഞ്ച്ഡ് ചെയിൻ ഏതിലാ ഉള്ളത്? 1-ലാണോ 2-ലാണോ 3-ലാണോ ബ്രാഞ്ച്ഡ് ചെയിൻ ഉള്ളത്? 3-ലാണ്. അപ്പോൾ 3 ആണ് നോൺ ബയോഡിഗ്രേഡബിൾ, മറ്റൊരു ബയോഡിഗ്രേഡബിൾ ആണ്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ബി ഈസ് ദ റൈറ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 54 ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ദ ഡിറ്റർജൻസ്? Anionic detergents are sodium salts of sulfonated long chain alcohols or hydrocarbons. കറക്റ്റ് ആണല്ലോ. അതാണ് സോഡിയം ലോറൈൽ ആൽക്കോൾ. അത് അനിയോണിക് ഡിറ്റർജൻ്റ് ആണ്. കാറ്റോണിക് ഡിറ്റർജൻസ് ആർ ക്വാട്ടർണറി അമോണിയം സാൾട്ട്. കറക്റ്റാണ്. സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ്, ഞാൻ നേരത്തെ പറഞ്ഞു സീറ്റൈൽ ട്രൈമീഥൈൽ അമോണിയം ബ്രോമൈഡ് ക്വാട്ടർണറി ആണ്. അമോണിയം ബ്രോമൈഡിലെ 4 ഹൈഡ്രജൻ മാറി 4 ഗ്രൂപ്പുകളാണ്. സീറ്റൈലും ട്രൈമീഥൈലും മൊത്തം 4 പേര് വരുന്നുണ്ട്. ഓക്കെ. അടുത്ത്, നോൺ അയോണിക് ഡിറ്റർജൻസ് ഡു നോട്ട് കണ്ടെയ്ൻ എനി അയോൺ ഇൻ ദെയർ കോൺസ്റ്റിറ്റ്യൂഷൻ. അവരുടെ സ്ട്രക്ചറിൽ അയോൺസ് ഇല്ല, അതാണ് നോൺ അയോണിക്. ഡിറ്റർജൻസ് കണ്ടെയ്ൻ ബ്രാഞ്ച്ഡ് ഹൈഡ്രോകാർബൺ ആർ ബയോഡിഗ്രേഡബിൾ. അത് റോങ് അല്ലേ? ഓക്കെ. അപ്പോൾ ഡിറ്റർജൻസ് കണ്ടെയ്നിങ് ബ്രാഞ്ച്ഡ് ചെയിൻ ഹൈഡ്രോകാർബൺ ചെയിൻസ് ആർ ആക്ച്വലി നോൺ ബയോഡിഗ്രേഡബിൾ എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ്. ഓക്കെ, ക്ലിയർ? വാട്ട് ഈസ് ടിങ്ചർ ഓഫ് അയഡിൻ? വേഗം. ഓപ്ഷൻ എ. ഓക്കെ, ഗുഡ്. 2 to 3% ഓഫ് അയഡിൻ ഇൻ ആൽക്കഹോൾ വാട്ടർ മിക്സർ. ഓക്കെ. വേറെ 2-3 അയഡിൻ പൊട്ടാസ്യയുടെ കിടപ്പുണ്ട്, അതിലൊന്നും വീണു പോകരുത്. ക്വസ്റ്റ്യൻ നമ്പർ 56. കെമിക്കൽസ് ആഡഡ് ടു ഫുഡ് ഫോർ ഇൻക്രീസിങ് ദെയർ ഷെൽഫ് ലൈഫ് ആർ കോൾഡ് പ്രിസർവേറ്റീവ്സ്. ട്രൂ. ശരിയല്ലേ? നാച്ചുറൽ സ്വീറ്റ്നേഴ്സ് ലൈക്ക് സൂക്രോസ്, അതിൽ ടെക്സ്റ്റ് ബുക്കിലെ സെൻറ്റൻസാണ്. ഈ ഷെൽ ലൈഫ് എന്നൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എഴുതിയിട്ടുണ്ട്. നാച്ചുറൽ സ്വീറ്റ്നേഴ്സ് ലൈക്ക് സൂക്രോസ് ആൻഡ് ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ലൈക്ക് സാക്കറിൻ ആർ കോമൺലി യൂസ്ഡ് ആസ് ഫുഡ് പ്രിസർവേറ്റീവ്സ്. ഒരിക്കലും അല്ല, അവർ ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നേഴ്സ് ആണ്. അപ്പം അസേർഷൻ ശരിയാണ്, റീസൺ ഫോൾസ് ആണ്. ക്ലിയർ? The AS double bond AS linkage present in ash
എന്താണ് ഫിനാമിൻ. ഓക്കെ, റിസംബിൾസ് ദ എൻ ഡബിൾ ബോണ്ട് എൻ ലിങ്കേജ് പ്രസൻറ്റ് ഇൻ അസോഡൈസ്. എൻസിആർടി സെൻറ്റൻസ് ആണ്, കറക്റ്റാ. The first antibacterial agent protosyl resembles in the structure of the compound salvarsan. ഓക്കെ, രണ്ടും കറക്റ്റാണ്. പക്ഷേ റീസൺ ആൻഡ് എക്സ്പ്ലനേഷൻ, റീസൺ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. ശരിയല്ലേ? ഫസ്റ്റ് ആൻറ്റിബാക്ടീരിയൽ ഏജൻറ്റ് പ്രോണ്ടോസിലാണ്. ആൻറ്റിബാക്ടീരിയൽ ഏജൻറ്റ്, ആൻറ്റിബയോട്ടിക് എന്ന് അതിനെ നമ്മൾ ഏജൻ്റ് എന്നാണ് പറയുന്നത്. ആൻറ്റിബാക്ടീരിയൽ ഏജൻറ്റ് എന്ന് പറഞ്ഞത് തന്നെ അതുകൊണ്ടാണ്. ഏജൻ്റ് ആയത് എന്തുകൊണ്ടാണ്? അയാൾ കൊണ്ടുവരുന്ന ഒരു സാധനമാണ് അവിടെ ആക്ഷൻ നടത്തുന്നത്. മനസ്സിലായോ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ഫുഡ് അഡിറ്റീവ്? പ്രിസർവേറ്റീവ്സ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, സ്വീറ്റനിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്യാറുണ്ട്, ഫ്ലേവേഴ്സ് ആഡ് ചെയ്യാറുണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഓക്സിഡൻറ്റ് ഫുഡ് അഡിറ്റീവ് അല്ല. ഓക്കെ ഓക്കെ ഓക്സിഡൻസ് നമ്മൾ ആഡ് ചെയ്യാറില്ല. ഓക്സിഡൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ചീത്തയായി പോകും. അതുകൊണ്ടാണ് നമ്മൾ ചീത്തയായി പോകാതിരിക്കാനാണ് ആൻറ്റി ഓക്സിഡൻസ് ആഡ് ചെയ്യുന്നത്. ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ആഡ് ചെയ്യുന്നത്. ഫുഡ് ചീത്തയാവുന്ന ഓക്സിഡേഷൻ വഴിയാണ്. ഓക്കെ, ബാക്ടീരിയോസ്റ്റാറ്റിക് ആരാണ്? ഇൻഹിബിറ്റ് ദ ഗ്രോത്ത് ഓഫ് മൈക്രോബ്സ്. ബാക്ടീരിയസൈഡൽ ആരാണ്? കിൽ മൈക്രോബ്സ്. നാരോ സ്പെക്ട്രം ആൻറ്റിബയോട്ടിക് ആരാണ്? ഇഫക്റ്റീവ് അഗെയിൻസ്റ്റ് സിംഗിൾ അല്ല. സിംഗിൾ ഡിസീസ് എന്ന് പറയുന്നത് കറക്റ്റ് അല്ല കേട്ടോ. ഏതെങ്കിലും സിംഗിൾ ഡിസീസ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റഡ് സ്പെക്ട്രം എന്നാണ് പറയുന്നത്. റിസപ്റ്റേഴ്സ് ക്രൂഷ്യൽ ടു ബ്രോഡി, അതിനകത്ത് അത് എഴുതിയത് ശരിയായില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ഇഫക്റ്റീവ് അഗെയിൻസ്റ്റ് സിംഗിൾ ഡിസീസ് അല്ലെങ്കിൽ ഒരു ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളതിനെ നോർമലി എന്താണ് നാരോ എന്നല്ല ലിമിറ്റഡ് എന്നാണ് പറയാറ്. ഓക്കെ, അടുത്ത് ആൻഡ് final question of chemistry in everyday life. Soaps do not work in hard water contain calcium and magnesium ion because പറഞ്ഞോളൂ. Option A right answer, very good. Okay, calcium magnesium insoluble calcium and magnesium soap ഉണ്ടാക്കും, അത് സ്കം ആയിട്ടിരിക്കും. അപ്പോൾ കംപ്ലീറ്റ് അത് റിമൂവ് ആയതിനു ശേഷം മാത്രമേ സോപ്പിൻ്റെ ആക്ഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് കെമിസ്ട്രിയുടെ ലൈഫ് നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി. സീരിയസ് ആയിട്ട് പഠിക്കണം. നാളെ ഫസ്റ്റ് ഇയർ എന്താണ് ഹോൾ ടോപ്പിക് ഡിസ്കഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ 14 ചാപ്റ്ററുകൾ ആണ്. 14 ചാപ്റ്ററുകളിൽ നിന്നായി 140 ക്വസ്റ്റ്യനുകളുമായി നാളെ വീണ്ടും കാണാം അറ്റ് 2 PM. ഓക്കെ, ഗുഡ് നൈറ്റ്. Good night, sir. Thank you. Okay. Thank you, sir. Thank you, sir.